Hello, all of you. I'm C. Appu Gopinath, faculty at Logic for Indirect Tax. അപ്പോൾ ഇന്ന് ഈ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ICAI നോട്ടിഫൈ ചെയ്തിട്ടുള്ള CA ഇന്റർ മെയ് 2024 എക്സാമിനേഷന്റെ അമെൻമെന്റ്സ്, അതായത് എക്സാമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെന്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇതൊരു PDF ഡോക്യുമെന്റ് ആണ്. അത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്. കാരണം ആ PDF ഡോക്യുമെന്റിന്റെ ബേസിസിലാണ് നമ്മൾ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ദിസ് PDF document is basically a summarized version of the statutory updates notified by ICAI. Okay, already ICAI statutory update എക്സാമിന് അപ്ലിക്കബിൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ മാത്രമാണ് ഈ PDF. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഈ PDF ഓൾറെഡി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി PDF ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ, ഞാനത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി മോറോവർ നമ്മൾ ഈ സെഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദിസ് നമ്പർ. ഓക്കെ, ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നോട്ട് ജസ്റ്റ് ദീസ് അമെൻമെന്റ്സ്, നിങ്ങൾ ഇൻഡയറക്ട് ടാക്സ് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു ഡൗട്ട് വരികയാണ് അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ ദിസ് പെർട്ടിക്കുലർ നമ്പർ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡയറക്ട് ടാക്സിന്റെ അമെൻമെന്റ്സ് ആണ്. ഓക്കെ, മെയ് 2024 എക്സാമിനേഷന് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഡോക്യുമെന്റിൽ ഞാൻ ചാപ്റ്റർ വൈസ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് അമെൻമെന്റ്സ്, അതിന്റെ പഴയ പ്രൊവിഷൻ എന്തായിരുന്നു, അമെൻഡ് ചെയ്ത പ്രൊവിഷൻ എന്തായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വൺ ബൈ വൺ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്, ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് ചാപ്റ്റർ 2, സപ്ലൈ അണ്ടർ GST. അപ്പൊ സപ്ലൈ അണ്ടർ GST എന്ന ചാപ്റ്ററിൽ കുറച്ച് അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സപ്ലൈ എന്ന് പറയുമ്പോൾ ഓർമ്മ വേണം, സെക്ഷൻ 7 ആൻഡ് സെക്ഷൻ 8 ആണ് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ എവിടെയാണ് അമെൻമെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസിനോസ്, ഹോഴ്സ് റേസിംഗ് ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ പെർവ്യൂ ഓഫ് ഷെഡ്യൂൾ 3 ടു ക്ലാരിഫൈ ദ ടാക്സബിലിറ്റി. സോ വൺസ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഐ ഹോപ്പ് യു ഹാവ് ആക്ച്വലി റെഡ് ത്രൂ ദിസ് ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി PDF ഉണ്ട്. ജസ്റ്റ് പോസ് ദിസ് വീഡിയോ, ആ അമെൻമെന്റ് നമ്പർ 1, ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന അമെൻമെന്റ് നമ്പർ 1 ആണ്, അതൊന്ന് വായിക്കാം. ഓക്കെ, ദെൻ അഗൈൻ ലിസൺ ടു ദിസ് പെർട്ടിക്കുലർ സെഷൻ. അപ്പോൾ ഓരോ അമെൻമെന്റ് ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പും ജസ്റ്റ് പോസ് ദി വീഡിയോ, അമെൻമെന്റ് ഒന്ന് വായിക്കുക, അതിനുശേഷം ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പൊ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾ അമെൻമെന്റ് നമ്പർ 1 വായിച്ചു നോക്കി. ഓക്കെ, സി, ഇത് സംസാരിക്കുന്നത് ഷെഡ്യൂൾ 3 പറ്റിയിട്ടാണ്. എന്താണ് ഷെഡ്യൂൾ 3? ഷെഡ്യൂൾ 3 ടോക്സ് അബൌട്ട് നോൺ സപ്ലൈസ് അല്ലെ. അതായത് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ക്ലോസ് A പറയുന്നത് ഷെഡ്യൂൾ 3യിൽ പറഞ്ഞിട്ടുള്ള ഒരു 8 ട്രാൻസാക്ഷൻ ഉണ്ട്. ആ 8 ട്രാൻസാക്ഷൻ നമുക്ക് സപ്ലൈ ആവാൻ വേണ്ട എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തന്നെയും ആ 8 ട്രാൻസാക്ഷൻ സപ്ലൈ അല്ല എന്നാണ് പറയുന്നത്. ആ 8 ട്രാൻസാക്ഷനിൽ 6 എണ്ണം, ആദ്യത്തെ 6 എണ്ണം നമ്മൾ CA ഇന്റർ ലെവലിൽ പഠിക്കുന്നു, ആൻഡ് കംപ്ലീറ്റ് 8 എണ്ണം നമ്മൾ CA ഫൈനൽ ലെവലിൽ പഠിക്കുന്നു. ആ 6 എണ്ണം പഠിച്ചതിൽ 6ാമത്തെ എൻട്രി ആയിരുന്നു ആക്ഷണബിൾ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ എൻട്രി. ഓക്കെ, സോ ആക്ഷണബിൾ ക്ലെയിം എന്താണ് തുടങ്ങിയ വിഷയമൊന്നും നമ്മളിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഇത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ അമെൻമെന്റ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആക്ഷണബിൾ ക്ലെയിം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ എക്സാമ്പിൾ വെച്ച് പഠിച്ചതാണ്. സോ ആക്ഷണബിൾ ക്ലെയിംസ് സപ്ലൈ അല്ല എന്നും, എന്നാൽ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് സപ്ലൈ ആണ് എന്നാണ് നമ്മൾ പണ്ട് പഠിച്ചത്. ഈ പ്രൊവിഷൻ അവർ അമെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് എൻട്രി? ഇപ്പൊ അവർ പറയുന്നത് ഷെഡ്യൂൾ 3യിൽ യെസ് ആക്ഷണബിൾ ക്ലെയിംസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ആക്ഷണബിൾ ക്ലെയിം സപ്ലൈ അല്ല, അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം എന്നാണ് പറയുന്നത്. പണ്ട് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് എന്നല്ല, ഇപ്പൊ അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം. അപ്പൊ നമുക്കൊരു ചോദ്യം അല്ലേ, എന്താണ് ഈ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം? അതും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ദ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം മീൻസ് എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ശ്രദ്ധിക്കാം, അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസ്? അത് 6 എണ്ണം ഉണ്ട്, 6 ഐറ്റം. പക്ഷെ ആ 6 എണ്ണത്തിലെ 3 എണ്ണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ആ 3 എണ്ണം തന്നെ. അപ്പൊ നമുക്ക് അതല്ലാതെ പിന്നെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലെ, ചെക്ക് ചെയ്യാം. ഈ പറയുന്ന 6 എണ്ണമാണ് സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസ്.
അതായത് ഈ പറയുന്ന 6 സപ്ലൈ അല്ലെങ്കിൽ ഈ പറയുന്ന 6 ട്രാൻസാക്ഷൻ GST സപ്ലൈ ആയി തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോക്കിയേ, ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻ വേണ്ട, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ എന്തൊക്കെയാ പുതുതായിട്ട് വന്നിരിക്കുന്നത്? പുതുതായിട്ട് വന്നിരിക്കുന്നതിൽ തന്നെ അപ്പൊ പുതുതായിട്ട് 3 എണ്ണല്ലേ വന്നിരിക്കുന്നത്, ഇതും ഇതും ഇതും. പക്ഷെ ആ 3 എണ്ണത്തില് ഇഫ് യു റിമെമ്പർ ഓൾറെഡി കാസിനോസ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. കാരണം ഈ ബെറ്റിംഗ്, ഗാംബ്ലിംഗ് എന്ന ആക്ടിവിറ്റിയിൽ കാസിനോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഹോഴ്സ് റേസിംഗ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബെറ്റർ ക്ലാരിഫിക്കേഷൻ ആയിട്ട് കൊടുക്കണം. ഹോഴ്സ് റേസിംഗ് ബേസിക്കലി ബെറ്റിംഗ് ആക്ടിവിറ്റി അല്ലെ. ഇതിനകത്ത് പുതുതായിട്ട് എക്സ്ട്രാ വന്നിരിക്കുന്നത് ഈ ഐറ്റം ആണ്, മെയിൻ ഓൺലൈൻ മണി ഗെയിമിംഗ്. അപ്പോ പണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്കറിയാം, യെസ്, ഈ കാസിനോസ് സപ്ലൈ ആണ്, അവിടുത്തെ ആക്ടിവിറ്റികൾ സപ്ലൈ ആണ്. ലോട്ടറി, യെസ്, സപ്ലൈ ആണ്. ഹോഴ്സ് റേസിംഗ്, ബെറ്റിംഗ് സപ്ലൈ ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നു ഈ ഓൺലൈൻ മണി ഗെയിമിംഗ്. എന്താണ് ഈ ഓൺലൈൻ മണി ഗെയിമിംഗ്? നിങ്ങൾ ഒരുപാട് ആപ്പുകളെ പറ്റി കേൾക്കുന്നുണ്ടാവും അല്ലെ, പൈസ വെച്ച് കളിക്കുന്ന ആപ്പുകൾ. അതാണ് ഈ ഓൺലൈൻ മണി ഗെയിമിംഗ്. ഇപ്പൊ എക്സാമ്പിൾ Dream11 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ജംഗ്ലി റമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗെയിംസുകൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് ഈ ഓൺലൈൻ മണി ഗെയിമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിനകത്തേക്ക് പൈസ പൂൾ ചെയ്യുന്നു, വിജയിക്കുന്ന ആൾക്കാർക്ക് പൈസ കിട്ടുന്നു. അപ്പൊ ഈ ഓൺലൈൻ മണി ഗെയിമിംഗ് എന്താണെന്ന് അവരൊന്നും കൂടെ വിശദമായി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ മണി ഗെയിമിംഗ് മീൻസ് ഓൺലൈൻ ഗെയിംസ് in which the players pay or deposit money or money's worth, including virtual digital assets, in the expectation of winning money or money's worth, including virtual digital assets, in any event, including game, scheme, competition, or any other activity or process, whether or not its outcome or performance is based on skill, chance, or both. അതായത് ഇവിടെ ബേസിക് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ ഗെയിമിന്റെ ബേസിക് എന്താ, അല്ലെങ്കിൽ ഈ ഗെയിം അല്ലെങ്കിൽ ഈ പറയുന്ന സ്കീം, കോമ്പറ്റീഷന്റെ ബേസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെല്ലാം ആ ഗെയിമിനകത്തേക്ക് പൈസ ഇടുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ Dream11 ഗെയിം എടുക്കാം. ആ ഗെയിമിൽ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 1,00,000 പേര് ഒരു ഗെയിം, ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് ഗെയിം വരികയാണ്. ഐ ഹോപ്പ് യു നോ Dream11 വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത്. അതിന്റെ ഒരു ബേസ്ഡ് ആണ് എക്സാമ്പിൾ പറയുന്നത്. ഐ ക്യാൻ മൂവ് ടു അതർ എക്സാമ്പിൾസ് ഓൾസോ. ഓക്കെ, അപ്പൊ ഒരു ഗെയിം, അപ്പോ ആ ഗെയിമിനകത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ആ ഇപ്പോ ലെറ്റ്സ് സേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമും തമ്മിലൊരു മത്സരം നടക്കുകയാണ്. അപ്പൊ അത് Dream11 അത് ആ ഗെയിമിന് വേണ്ടി മേലെ ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണ്. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഈസ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ആ ഗെയിമിനകത്തേക്ക് കുറച്ച് മണി ഇടും, കുറച്ച് പൈസ ഇടും. ആ പൈസ ഇട്ടിട്ട് അവരൊരു പെർട്ടിക്കുലർ ടീം, അതായത് അവര് ഇപ്പൊ 11, 11, 22 പേര് കളിക്കുമല്ലോ, അതിനകത്ത് ഒരു 11 പേരെ സെലക്ട് ചെയ്തിട്ട് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് അവർ ബെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തുള്ള ആൾക്കാർ നമ്മൾ പറയുന്ന പോലെയുള്ള, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ വെർച്വൽ ടീം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഓൺലൈൻ മണി ഗെയിമിംഗ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതുപോലെ നമ്മൾ പൈസ ഇട്ട് കളിക്കുന്ന കളികളെല്ലാം തന്നെ ഓൺലൈൻ മണി ഗെയിമിംഗിൽ വരും. ആൻഡ് ഓൺലൈൻ മണി ഗെയിമിംഗ് ഇസ് ബ്രോട്ട് അണ്ടർ ദ പെർവ്യൂ ഓഫ് GST. അപ്പൊ ഓൺലൈൻ മണി ഗെയിമിംഗ് എന്ന ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് സപ്ലൈ ആണ്, അത് ടാക്സബിൾ സപ്ലൈ ആണ്, അവിടെ GST ട്രിഗർ ചെയ്യും. അപ്പൊ അത് ടാക്സബിൾ സപ്ലൈ എന്നുള്ള വിഷയം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ഡിസ്കസ് എന്താണ്, അത് സപ്ലൈ ആണ്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് അമെൻമെന്റ് അണ്ടർ ദി ചാപ്റ്റർ സപ്ലൈ. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഷെഡ്യൂൾ 3 അവരൊന്ന് റീവാമ്പ് ചെയ്തു. അതിൽ 6th എൻട്രി ആക്ഷണബിൾ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് എന്നതിന് പകരം അതർ ദാൻ ബെറ്റിംഗ്, കാസിനോസ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിംഗ്, ലോട്ടറി ആൻഡ് ഓൺലൈൻ മണി ഗെയിമിംഗ് എന്നാക്കി. ഡൺ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് അമെൻമെന്റ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അമെൻമെന്റിലേക്ക് പോകാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. അമെൻമെന്റ് നമ്പർ 2 വായിച്ചു നോക്കാം. വായിച്ചെന്ന് വിചാരിക്കുന്നു, ശ്രദ്ധിക്കാം. ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. എന്താണ് ക്ലാരിഫിക്കേഷൻ? സി, നമുക്ക് ഈ സിനിമ ഹാൾസിൽ ഫുഡ് ആൻഡ് ബിവറേജസ് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പൊ ഈ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സിലെല്ലാം തന്നെ അതിന്റെ പുറത്ത് ഇങ്ങനെ ഭക്ഷണം കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിക്കാം. അപ്പൊ ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഈ ഫുഡ് ഐറ്റം ഒക്കെ വാങ്ങിച്ചെടുക്കുന്ന ഈ ആക്ടിവിറ്റിനെ എങ്ങനെ ടാക്സ് ചെയ്യണം എന്നുള്ളതാണ് ഡൗട്ട്. അതായത് എങ്ങനെയാണ് അതിന്റെ മേലെ ടാക്സ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് വന്നു. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ടാക്സ് ചെയ്യണം എന്ന് വെച്ചാൽ ചോദ്യം ഇത്രയേ ഉള്ളൂ. സി, ഇതിന്റെ GST റേറ്റ് വരേണ്ടത് നമ്മുടെ എന്റർടൈൻമെന്റ് സർവീസിന്റെ ഭാഗമായിട്ടാണോ അതോ റെസ്റ്റോറന്റ് സർവീസ് ആയിട്ട് വേണോ എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ, കാരണം രണ്ട് GST റേറ്റ് ആണ്. റൈറ്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് പ്രൈമറി ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ചോദ്യം എന്താണ്? ഇവിടെ നിന്ന് സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ, അതായത് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ബ്രേക്കിനൊക്കെ അവിടെ നിന്നൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചാർജ് ചെയ്യേണ്ടത് ആ മൂവി ടിക്കറ്റ് ബുക്കിംഗ് എന്ന GST റേറ്റ് ആണോ അതോ റെസ്റ്റോറന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. റെസ്റ്റോറന്റ് റേറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് ഗവൺമെന്റ് എന്താണ് ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് സീ വെദർ ദിസ് ഇസ് എ കോമ്പോസിറ്റ് സപ്ലൈ ഓർ നോട്ട്. ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണോ അല്ലയോ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ചില സമയങ്ങളിൽ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ചില തിയേറ്ററുകളിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹമുള്ള ഫുഡൊക്കെ ടിക്കറ്റിലേക്ക് ആഡ് ചെയ്യാം, എന്നിട്ടൊരു സിംഗിൾ പേയ്മെന്റ് ആയിട്ട് പൈസ പേ ചെയ്യാം. ദാറ്റ് ടൈം ഇറ്റ്സ് ബിക്കമിങ് എ കോമ്പോസിറ്റ് സപ്ലൈ. അങ്ങനെ ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ ടാക്സിബിലിറ്റി അല്ലേ എടുക്കേണ്ടത് ആസ് പെർ സെക്ഷൻ 8A. ഓക്കെ, അപ്പൊ ആ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണ്? മൂവി ടിക്കറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ എക്സിബിഷൻ ഓഫ് സിനിമയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ. അപ്പോൾ ആ എക്സിബിഷൻ ഓഫ് സിനിമ എന്ന് പറഞ്ഞ GST റേറ്റ് ആയിരിക്കും ആ ഫുൾ പ്രൈസിന് ചാർജ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു മൂവിക്ക്, അതവിടെ കഴിഞ്ഞു. തിയേറ്ററിൽ പോയതിനു ശേഷം നിങ്ങൾ സബ്സീക്വന്റ്ലി നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാന്ന് വെച്ചോ. അത് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ആ സമയത്ത് നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഒരു കോമ്പോസിറ്റ് സപ്ലൈ അല്ല, അതൊരു ഇൻഡിപെൻഡന്റ് സപ്ലൈ ഓഫ് കൺസംഷൻ ഓഫ് ഫുഡ് ആണ്. അതിനെ നമ്മൾ സെപ്പറേറ്റ്ലി റെസ്റ്റോറന്റ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് GST ചാർജ് ചെയ്യണം. ഇതാണ് ഈ പ്രൊവിഷൻ പറയുന്നത്. All right, so to get a better clarification, please pause this video, read it once more. Okay. Okay, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് അമെൻമെന്റ്. അടുത്ത അമെൻമെന്റ്, ക്ലാരിഫിക്കേഷൻ ഓൺ ടാക്സബിലിറ്റി ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ സബ്സിഡറി കമ്പനി, ഷെയർസ് ഹെൽഡ് ഇൻ എ സബ്സിഡറി കമ്പനി ബൈ എ ഹോൾഡിംഗ് കമ്പനി. ഓൾ റൈറ്റ്, സോ അമെൻമെന്റ് ഒന്ന് വായിച്ചോളൂ, വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, സി ഇവിടുത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. There's a company called A Limited and there's a company called B Limited. A Limited B Limitedന്റെ 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും A Limited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയും B Limited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡറി കമ്പനിയാണ്, അല്ലെ? അപ്പോ ഇവിടെ ഒരു ജനറൽ ഡൗട്ട് വന്നത്, വെദർ ദ ആക്ടിവിറ്റി ഓഫ് ഹോൾഡിംഗ് ഷെയർസ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി ഇൻ എ സബ്സിഡറി കമ്പനി will amount to any kind of supply. ചിലപ്പോൾ ചോദ്യം കുറച്ച് വിയേർഡായിട്ട് തോന്നാം, അല്ലെ? ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ആക്ടിവിറ്റി അത് സപ്ലൈ ആണോ എന്നൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഗവൺമെന്റ് തരുന്നത്. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഉത്തരം ചിലപ്പോൾ പോകും, അവിടെ എന്താണ് സപ്ലൈ, അല്ലെ? അപ്പൊ ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഈ ഷെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റികളാണ്, സെക്യൂരിറ്റി ഗുഡ് അല്ല. ഓക്കെ, സെക്യൂരിറ്റി ഗുഡ് അല്ല നമ്മൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? 2 Clause 52 ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ് അത് നമ്മൾ പറഞ്ഞല്ലോ, സെക്യൂരിറ്റി ഗുഡും അല്ല. അതുപോലെ തന്നെ 2 Clause 102 സെക്യൂരിറ്റി സർവീസും അല്ല. അപ്പൊ ഗുഡും അല്ല, സർവീസും അല്ല. അപ്പൊ ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനി സബ്സിഡി കമ്പനിക്ക് സെക്ഷൻ 7ന്റെ സപ്ലൈയുടെ ഡെഫിനേഷനുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ആക്ടിവിറ്റി ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ സപ്ലൈഡ് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് അമെൻമെന്റ് നമ്പർ 3. സോ ഇറ്റ്സ് ക്ലാരിഫൈഡ് ദാറ്റ് ജസ്റ്റ് ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ബൈ ദ സബ്സിഡറി കമ്പനി by the holding company on the subsidiary company is not going to be supply. Okay, the last line, the activity of holding of shares of subsidiary company by the holding company per se cannot be treated as supply of service by a holding company to the said subsidiary company and cannot be taxed under GST. Easy. Okay, I hope clear ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay, fine. അപ്പോൾ once more you can do something. ഈ പറയുന്ന അമെൻമെന്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി സപ്ലൈ എന്ന ചാപ്റ്ററിലെ അമെൻമെന്റ്സ് എല്ലാം കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ചാർജ് ഓഫ് GST. ഓക്കെ,
അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തുള്ള അമെൻമെന്റ് നമ്പർ 1 ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. അമെൻമെന്റ് നമ്പർ 1 വായിക്കാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സി തന്നെ നമുക്കിവിടെ പഠിക്കുന്ന സെക്ഷൻ ഏതാ, ചാപ്റ്റർ ഏതായിരുന്നു? ചാർജ് ഓഫ് GST. ഈ ചാർജ് ഓഫ് GSTയിൽ നമ്മൾ പ്രധാനമായിട്ട് 2 സെക്ഷൻസ് ആണ് പഠിക്കുന്നത്, സെക്ഷൻ 9 ആൻഡ് സെക്ഷൻ 10. Section 9 deals with forward charge, reverse charge, etc., including the services supplied through an e-commerce operator. 9 subsection 5 അതൊക്കെയാണ് ചാർജ് എന്ന ചാപ്റ്ററിൽ പോകുന്നത്. പിന്നെ സെക്ഷൻ 10 is composition scheme. ഈ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 എന്താണ്? റിവേഴ്സ് ചാർജ്. അതായത് certain goods or services when supplied, the tax will be paid to the government by the recipient instead of the supplier. അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ നമ്മൾ RCM നോട്ടിഫൈ ചെയ്തിട്ടുള്ള സർവീസുകളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിനകത്തൊരു സർവീസ് ആയിരുന്നു സർവീസസ് പ്രൊവൈഡഡ് ബൈ ഡയറക്ടർ ഓഫ് എ കമ്പനി ടു ദി കമ്പനി. ഡയറക്ടർ, ആ ഡയറക്ടറുടെ കമ്പനിക്ക് കൊടുക്കുന്ന സർവീസ് എല്ലാം RCM ആണ്. ആൻഡ് നിങ്ങൾക്ക് അതൊന്ന് റിവൈസ് ചെയ്യാം, കാരണം അവിടെ നമ്മൾ ഡീറ്റെയിൽ ചാർട്ട് ഒക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം ഡയറക്ടർ ഒരു കമ്പനിയുടെ എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി ഒന്നും സപ്ലൈ അല്ല. അപ്പൊ പിന്നെ ചാർജിനെ പറ്റി ചിന്തിക്കണ്ട. അപ്പൊ അത് ഡീറ്റെയിൽ ആക്കുന്ന രീതിയിൽ ഒരു ചാർട്ട് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ അമെൻമെന്റ് പോർഷൻ മാത്രമാണ്. എന്നാണ് ഇവിടെ വിഷയം. സി, ഇമാജിൻ ദിസ് എ കമ്പനി കോൾഡ് ABC പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഐ ആം ദ ഡയറക്ടർ ഓഫ് ദിസ് കമ്പനി. എന്താണ് ഈ എൻട്രി പറയുന്നത്? ഞാനെന്ന എൻറ്റിറ്റി, ഞാനെന്ന ഡയറക്ടർ ഈ കമ്പനിക്ക് കൊടുക്കുന്ന സർവീസുകളെല്ലാം തന്നെ RCM ടാക്സ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇമാജിൻ ഐ ആം എൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഓഫ് ദിസ് പെർട്ടിക്കുലർ കമ്പനി. ഓക്കെ, ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ആസ് യു നോ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് എംപ്ലോയീസ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന സർവീസുകളെല്ലാം തന്നെ ടാക്സബിൾ ആണ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഞാനിപ്പോ എന്താ പറഞ്ഞത്? സർവീസുകളെല്ലാം തന്നെ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. അവിടെയാണ് ഗവൺമെന്റ് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഗവൺമെന്റ് പറഞ്ഞു, ഞാൻ ഒരു പ്രൊഫഷണൽ ഡയറക്ടർ കപ്പാസിറ്റിയിൽ ചെയ്യുന്ന ആക്ടിവിറ്റികൾക്ക് മാത്രമേ RCM ടാക്സിബിലിറ്റി വരുള്ളൂ. അല്ലാത്ത ആക്ടിവിറ്റികൾക്കൊന്നും RCM ടാക്സിബിലിറ്റി വരില്ല. അപ്പൊ എന്താണ് ഈ പ്രൊഫഷണൽ RCM? അതാണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. It has been clarified that the services supplied by the director of a company or body corporate to the company or body corporate in his private or personal capacity, such as services supplied by way of renting of immovable property, are not taxable under RCM. ഇപ്പൊ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസ് എന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓഫീസാണ്. അത് ഞാൻ ആ കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കാന്ന് വിചാരിക്കാം. ആ ആക്ടിവിറ്റീനെ നമുക്ക് RCM ടാക്സബിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ ചാർജ് RCM അല്ല. കാരണം അത് ഞാൻ ഇൻ ദ കപ്പാസിറ്റി ഓഫ് എ ഡയറക്ടർ ചെയ്യുന്നതല്ല. ആ സർവീസ് ആരുടെയെന്ന് വേണമെങ്കിലും എടുക്കാമല്ലോ. ഓഫീസിന്റെ ബിൽഡിംഗ് വാടകയ്ക്ക് ആരോട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കേണ്ടത് ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സർവീസ്. കാരണം there will be certain services the director is supposed to provide to the company as per the contract. ആ സർവീസ് കൊടുക്കുമ്പോൾ മാത്രമേ റിവേഴ്സ് ചാർജ് അപ്ലിക്കബിലിറ്റി വരുള്ളൂ. അപ്പൊ അതാണ് ഞാൻ റിമാർക്സിൽ കൊടുത്തിട്ടുണ്ട്. Only those services supplied by the director of a company or a body corporate which are supplied by him as or in the capacity of director of that company or body corporate shall be taxable under RCM. അതിന് മാത്രം കമ്പനി RCM ടാക്സ് അടച്ചാൽ മതി. അല്ലാത്തതെല്ലാം ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. ഓക്കെ, സോ ഐ വുഡ് സജസ്റ്റ് ഒന്നും കൂടെ ആ അമെൻമെന്റ് വായിച്ചു നോക്കാം. All right. Now moving forward, amendment number 2. Amendment number 2 is actually a bit tricky. Okay, tricky എന്ന് പറയാൻ കാരണം ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ, നമ്മൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് എന്നൊരു സെപ്പറേറ്റ് സെഷൻ നമ്മൾ പഠിച്ചിരുന്നു ക്ലാസ്സിൽ. ഓക്കെ, സർവീസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. ആൻഡ് ആ സെഷൻ പഠിച്ച സമയത്ത് നമ്മൾ അതിനകത്ത് കണ്ടിരുന്നു when services provided by government to an entity, അതിന്റെ ചാർജ് പല രീതിയിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സർവീസ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ്, ദ പേഴ്സൺ ഹു ഈസ് റിസീവിംഗ് ദ സർവീസ്, ദി എമൗണ്ട് ചാർജ് ഫോർ ദ സർവീസ്. ഇതിന്റെയൊക്കെ ബേസിൽ ഇതിന്റെ ചാർജും ടാക്സബിലിറ്റിയും എക്സംഷനും ഒക്കെ പല രീതിയിൽ തിരിഞ്ഞും പറഞ്ഞൊക്കെ വരും. അപ്പൊ അതിനിടെ നമ്മൾ കുറച്ച് ചാർട്ടുകൾ പഠിച്ചിരുന്നു. നമ്മൾ ആ ചാർട്ടുകൾ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഓൾറെഡി എന്റെ സെഷൻ അറ്റൻഡ് ചെയ്തവരെല്ലാവരും തന്നെ ആ ചാർട്ടുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ നോട്ട് ചെയ്ത ചാർട്ടുകൾ നമ്മളൊന്ന് റീവാമ്പ് ചെയ്യാൻ പോവാണ്. എല്ലാ ചാർട്ടുകളിലും ചേഞ്ച് ഇല്ല. അപ്പൊ ഞാൻ ചേഞ്ച് ഉള്ള പോർഷൻസ് സ്പെസിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർ അമെന്റ്മെന്റ്സ് മാത്രം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ ബിഫോർ ഐ മൂവ് ഓൺ ടു ദാറ്റ്, ഈ അമെന്റ്മെന്റ് നമ്പർ 2 നിങ്ങൾ RCM നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഞാൻ ഈ പ്രൊവിഷൻ പ്രയർ ടു അമെന്റ്മെന്റ് എന്ന് കൊടുത്തിരിക്കുന്ന എൻട്രിയാണ് താഴെ അവർ അമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് വായിക്കാം. ഇത് ആദ്യത്തേതാണ്. തൊട്ടടുത്ത പേജിൽ വീണ്ടും ഒരെണ്ണമുണ്ട്. ആ 2 എൻട്രികൾ ഒന്ന് വായിക്കാം. അടുത്ത പേജിലല്ല, അതിന് താഴെ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു. അതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അവിടെയും പാരലൽ അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതെവിടെയാണ്? അത് ഞാൻ നിങ്ങൾക്ക് എക്സംഷൻ എന്ന ചാപ്റ്ററിൽ കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. നിങ്ങളുടെ അമെന്റ്മെന്റ്സിന്റെ PDF അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ഹാവ് ടേക്കൺ എ പ്രിന്റ് ഫോർ ദ സെയിം. അതിനകത്ത് പേജ് 11 എടുക്കാം. എടുത്തു. പേജ് 11 ഞാൻ അമെന്റ്മെന്റ് നമ്പർ 2 അമെന്റ്മെന്റ്സ് ഇൻ സർവീസസ് എക്സംപ്റ്റഡ് ഫ്രം GST സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് എന്നൊരു ഹെഡിങ് ഉണ്ട്. കണ്ടു അല്ലെ? അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വായിക്കണം? റീഡ് ത്രൂ ദിസ്. ഇത് വായിച്ചു നോക്കാം. ഇത് വായിച്ചു നോക്കാം. പേജ് 13 വായിക്കാം. അത്ര ഒന്ന് വായിച്ചു നോക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ. വായിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ RCMഉം അതുപോലെ തന്നെ എക്സംഷൻസും നമ്മൾ ഒരുമിച്ച് കുറച്ച് ചാർട്ടുകളാണ് പഠിക്കാം. നമുക്ക് 1 by 1 ആയിട്ട് ആ ചാർട്ടുകൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ലെറ്റ്സ് അനലൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ബേസിക്കലി കുറച്ച് ചാർട്ടുകൾ തരാം. സോ ഫസ്റ്റ് യു ഡു വൺ തിങ്, യു ഹാവ് ടു നോട്ട് ഡൗൺ ദിസ് പെർട്ടിക്കുലർ ചാർട്ട്. ഓക്കെ, ചാർട്ട് നമ്പർ 1. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ഓൾറെഡി പഠിച്ചിട്ടുള്ള കുട്ടികൾ ഈ ചാർട്ട് ഓൾറെഡി നോട്ട് ചെയ്യുകയും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തതാണ്. ഈ ചാർട്ടിൽ അമെന്റ്മെന്റ് ഒന്നുമേ ഇല്ല. അതായത് സർവീസസ് പ്രൊവൈഡഡ് ബൈ പോസ്റ്റ് ഓഫീസിൽ എനിക്ക് ചേഞ്ചസ് ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ ഫൈൻ. ഇനി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ അമെന്റ്മെന്റ് സെഷൻ മാത്രമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഇതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോടായിട്ട് പറയാണ്, ഈ ചാർട്ട് നോട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇവിടെ സർവീസസ് പ്രൊവൈഡഡ് ബൈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നു. ആദ്യത്തെ ബോക്സിൽ ഞാൻ പോസ്റ്റ് കാർഡ്, ഇൻലാൻഡ് ലെറ്റർ, ബുക്ക് പോസ്റ്റ്, ഓർഡിനറി പോസ്റ്റ്, ഈ സർവീസുകൾ ആർക്ക് കൊടുത്താലും എക്സംപ്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ റെസിപ്പിയന്റ് ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിലും നോൺ ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, എന്നാൽ ഓർഡിനറി പോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ വെയിറ്റിന് ലിമിറ്റ് ഉണ്ട്. എൻവലപ്പിന്റെ വെയിറ്റ് 10 ഗ്രാമിൽ താഴെയായിരിക്കണം. ഇതല്ലാതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കുന്ന ബാക്കി എല്ലാ സർവീസുകളും ടാക്സബിൾ ആണ്. അതായത് സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് തുടങ്ങിയ ആക്ടിവിറ്റികൾ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ടാക്സബിൾ ആണെന്ന് മാത്രമല്ല, അതിന്റെ ചാർജ് ഫോർവേഡ് ചാർജ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, അതിന് യാതൊരു മോണിറ്ററി ലിമിറ്റും ഫിക്സ് ചെയ്തിട്ടില്ല. അതായത് നമ്മളിപ്പോൾ സ്പീഡ് പോസ്റ്റ് അയക്കുന്നത് 50 രൂപയ്ക്കാണെങ്കിൽ പോലും, അല്ല 500 രൂപയ്ക്കാണെങ്കിൽ പോലും, ഇറ്റ്സ് ഗോയിങ് ടു ബി ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് നോ ലിമിറ്റ് ആൻഡ് പ്രൊവൈഡ് ടു എനി ഓഫ് ദി എൻറ്റിറ്റീസ്, ബിസിനസ് ആവാം, നോൺ ബിസിനസ് ആവാം, ഗവൺമെന്റ് ആവാം. അപ്പൊ ഒന്ന് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റേഷൻസും കാര്യങ്ങളും എക്സ്പ്ലനേഷനും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഐ ആം ജസ്റ്റ് ഷോയിങ് ഇറ്റ് സമ്മറി ഫോർ യു. ഓക്കെ, നമ്മുടെ ചാർട്ട് നമ്പർ 2 എന്തായിരുന്നു? സർവീസസ് ഇൻ റിലേഷൻ ടു ആൻ എയർക്രാഫ്റ്റ് ഓർ എ വെസൽ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ പ്രീസിൻസ് ഓഫ് ആൻ എയർപോർട്ട്, അല്ലെ? എയർപോർട്ട് ഓർ എ പോർട്ട്. അതിലും എനിക്ക് ചേഞ്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അഗെയിൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി സർവീസ് ഈസ്. ഇത് അമെന്റ്മെന്റ് സെഷന്റെ പെർവ്യൂവിൽ വരുന്നതല്ല. ദിസ് എ സർവീസ് റിലേറ്റഡ് ടു എയർക്രാഫ്റ്റ് ഓർ എ വെസൽ. ഓക്കെ, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ പ്രീസിൻസ് ഓഫ് ആൻ എയർപോർട്ട് ഓർ എ പോർട്ട്. അപ്പൊ ഇതും നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഇപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ഈ സർവീസ് എന്താണെന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് വാട്സാപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല, നമ്മളത് ഓൾറെഡി ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തതാണ്. അപ്പൊ ഈ ചാർട്ടിലും ചേഞ്ച് ഒന്നുമില്ല. ദിസ് ഇസ് ചാർട്ട് നമ്പർ 2. ഇവിടെയും ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഫൈൻ. ആൻഡ് ചാർട്ട് നമ്പർ 3 എന്തായിരുന്നു? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ബേസിക്കലി നമ്മുടെ ഈ ട്രെയിൻ സർവീസ്, KSRTC സർവീസ്, അല്ല, ഇതൊക്കെ. ഇതിനും ചേഞ്ച് ഒന്നുമില്ല, പഴയ സെയിം പ്രൊവിഷൻ തന്നെയാണ്. If provided to any of the 3 entities, it's going to be taxable and forward charge. There's absolutely no limit. അപ്പൊ ഇതിലും യാതൊരു ചേഞ്ചും ഇല്ല. again നമ്മൾ ക്ലാസ്സിൽ ഇൻഡെപ്ത് അനാലിസിസ് ചെയ്തതാണ്. ഇതിൽ ഓരോ പെർട്ടിക്കുലർ പോയിന്റ് ഒക്കെ എടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. there is no change in this chart also. okay, chart number 4. ഇതിൽ ചേഞ്ച് ഉണ്ട്. ചാർട്ട് നമ്പർ 4 എന്തായിരുന്നു? റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സർവീസ്. അപ്പോ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, അത് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ലെറ്റ്സ് സേ ഒരു ഓഫീസ് ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ടൗൺ ഹാൾ വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെയുള്ള റെന്റിംഗ് ആണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? അപ്പോ ഇവിടെ ഒരു അമെന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ അവരുടെ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുന്ന ആക്ടിവിറ്റി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? അതായത് ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവർ ചിലപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ട്രാക്കുകളൊക്കെ ഇടാൻ വേണ്ടി ആദ്യം ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. പക്ഷെ അത് ഇപ്പൊ ഗവൺമെന്റ് തൽക്കാലം ഇന്ത്യൻ റെയിൽവേക്ക് അത് ആവശ്യമില്ല. അപ്പൊ പ്രോപ്പർട്ടി വെറുതെ കിടക്കുവാണല്ലോ. റെയിൽവേ ചിലപ്പോൾ അത് പുറത്തേക്ക് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോ നമ്മളിപ്പോ സംസാരിക്കുന്ന ഹെഡിങ് എന്താണ്? റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ ടൗൺ ആളുകളും ഗവൺമെന്റ് ഓഫീസ് ബിൽഡിങ്ങുകളും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ കീഴിൽ ചിലപ്പോൾ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ പുറത്തുള്ള പ്രൈവറ്റ് പാർട്ടീസിന് അത് വേണമെങ്കിൽ റെന്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ ടൗൺ ഹാൾ റെന്റ് ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ ആ സർവീസ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് റെന്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ഓൺ ബൈ ദ ഗവൺമെന്റ്, റൈറ്റ്? ഇന്ത്യൻ റെയിൽവേ ഓൺ ചെയ്യുന്ന പറയുമ്പോൾ ഗവൺമെന്റ് ഓൺ ചെയ്യണം. എന്നാൽ അത് വാടകയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ചാർട്ടിൽ പണ്ട് കൺസിഡർ ചെയ്തിരുന്നു. അപ്പൊ ഈ ചാർട്ട് നിങ്ങൾ എല്ലാവരും എന്റെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളും ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ചാർട്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ചാർട്ട് ഒന്ന് വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത്രയും മതി, ലിമിറ്റിന് പ്രസക്തിയില്ല. ചാർട്ട് ഒന്ന് വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മൾ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ബിൽഡിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ് വാടകയ്ക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ബിൽഡിംഗ് തമിഴ്നാട് ഗവൺമെന്റ് വാടകയ്ക്ക് എടുക്കുകയാണ്. അങ്ങനെ വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ടിവിറ്റി ഈസ് ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുപോലെ തന്നെ ടു എ നോൺ ബിസിനസ് എൻറ്റിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ടൗൺ ഹാൾ ഒരു പ്രൈവറ്റ് പാർട്ടി അയാളുടെ വിവാഹം നടത്താൻ വേണ്ടി വാടകയ്ക്ക് എടുക്കുന്നു, ദാറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി എക്സംപ്റ്റഡ്. എന്നാൽ when the building is given for rent or the immovable property is given for rent to a business entity, it's going to be taxable. ടാക്സബിൾ എന്ന് പറയുമ്പോൾ പിന്നെ ചോദ്യം എന്താണ്? ആര് ടാക്സ് അടയ്ക്കും? അതിന് ഉത്തരം, ഇഫ് ദ റെസിപ്പിയന്റ് ഇസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ, ഇറ്റ്സ് ഗോയിങ് ടു ബി അണ്ടർ റിവേഴ്സ് ചാർജ്. റെസിപ്പിയന്റ് തന്നെ അടക്കണം. ഇഫ് ദ റെസിപ്പിയന്റ് ഇസ് അൺരജിസ്റ്റേർഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. അപ്പൊ ആര് തന്നെ അടക്കണം? സപ്ലയർ അടക്കണം. അതായത് ഗവൺമെന്റ് എൻറ്റിറ്റി ആരാണോ അവരടക്കണം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ്. അതായത് ദിസ് പ്രൊവിഷൻ ഓർ ദിസ് ചാർട്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഇന്ത്യൻ റെയിൽവേ. അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലേ, ഇന്ത്യൻ റെയിൽവേക്ക് അപ്പൊ എങ്ങനെയാണ് വരിക എന്നുള്ളത്? അത് നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. അപ്പൊ ഓൾറെഡി നിങ്ങൾ ഈ ചാർട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ആ ചാർട്ടിന്റെ സൈഡിലേക്ക് ജസ്റ്റ് ഈ പോയിന്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഇന്ത്യൻ റെയിൽവേസ്. ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ റെയിൽവേയുടെ സർവീസുകൾ അപ്പൊ എങ്ങനെ ടാക്സിബിൾ വരാം, അല്ലെ? അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ സർവീസ് എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്ന ആക്ടിവിറ്റി എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണല്ലോ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എല്ലാം. സാധാരണ മനസ്സിലേക്ക് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ആണ്. അപ്പൊ ഇവര് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്ന സർവീസുകളെല്ലാം തന്നെ ടാക്സബിൾ ആണ്. ഓക്കെ, ഫൈൻ. ആൻഡ് ദ ചാർജ് ഇസ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. ആൻഡ് there is going to be absolutely no limit for when provided to any of these 3 entities. ഈ 3 പേർക്ക് കൊടുക്കുമ്പോഴും ഇവിടെ യാതൊരു ചേഞ്ചും ഇല്ല. ടാക്സബിൾ ആണ്, ഫോർവേഡ് ചാർജ് ആണ്, യാതൊരു ലിമിറ്റും ഇല്ല. ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു,
നമ്മളിത് ക്ലാസ് റൂം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പൊ പഠിക്കുന്ന എൻട്രി വെച്ച് ദിസ് ഇസ് ടാക്സബിൾ ആൻഡ് ഫോർവേഡ് ചാർജ്. കാരണം നിങ്ങൾക്ക് ഓർമ്മ വേണം, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സംഷൻസ് നമ്മൾ എക്സംഷൻസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിൽ ഇന്ത്യൻ റെയിൽവേ വരുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഗുഡ്സിലും പാസഞ്ചേഴ്സിലും വരുമ്പോൾ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ റെഫർ ചെയ്യുക. അതിന് ചേഞ്ചുകളൊന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. അപ്പം ഇവിടെ ടാക്സബിൾ എന്ന് എഴുതിയിരിക്കുന്നത് ഈ എൻട്രി പഠിക്കുന്ന സമയത്ത് അത് ടാക്സബിൾ ആണ്. യാതൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല. ഈ നമ്മളിപ്പോൾ പഠിക്കുന്ന സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് എന്ന ഏരിയയിൽ അതിന് യാതൊരുവിധ എക്സെപ്ഷനും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിന് ഗവൺമെന്റ് ഓൾറെഡി കുറച്ച് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സെപ്ഷൻസ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻഡ് കോച്ച് ആണെങ്കിൽ ടാക്സബിൾ ആണ്. ഇനി അതർ ദാൻ എയർ കണ്ടീഷൻഡ് കോച്ച് ആണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റഡ് ആണ്. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഗുഡ്സ് കൊണ്ടുവന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് ഗുഡ്സ് ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഓർഗാനിക് മാനുവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇഫ് യു ഗസ് റിമെമ്പർ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു GTAയുടെ ഗുഡ്സിന്റെ എക്സാക്ട്ലി സിമിലർ ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തില്ല നമ്മൾ ക്ലാസ്സിൽ, വിത്ത് ഡീറ്റെയിൽ പിക്ചേഴ്സ് ആൻഡ് എവരിതിങ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ എക്സംഷൻ കിട്ടും. തൽക്കാലം ഇവിടെ ഞാൻ പറയുന്നു ടാക്സ് ആണ്, ഫോർവേഡ് ചാർജ് ആണ്, നോ ലിമിറ്റ് ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് കാണുമ്പോഴേ നമ്മൾ ആലോചിക്കും, ഷെടാ ഇത് തന്നെയല്ലേ കുറച്ച് മുമ്പ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിൽ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇതിപ്പോ പ്രത്യേകം എടുത്തു പറയുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇൻക്ലൂഡ്സ് റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണെങ്കിൽ നിങ്ങൾ റെസിപ്പിന്റ് ഗവൺമെന്റ് ആണോ, നോൺ ബിസിനസ് എൻറ്റിറ്റി ആണോ, ബിസിനസ് എൻറ്റിറ്റി ആണോ എന്ന് ഒന്നും നോക്കണ്ട. ഇറ്റ്സ് ഗോയിങ് ടു ബി ടാക്സബിൾ, ഫോർവേഡ് ചാർജ്, നോ ലിമിറ്റ്. എന്നാൽ ഇന്ത്യൻ റെയിൽവേ അല്ലാതെ വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഞാൻ മുമ്പ് കാണിച്ച ചാർട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ക്യാച്ച് മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്ന സർവീസ് ഈ നമ്മുടെ ഇപ്പൊ പഠിക്കുന്ന എൻട്രി പ്രകാരം ടാക്സബിൾ ആണ്, ഫോർവേഡ് ചാർജിന് ലിമിറ്റ് ഒന്നുമില്ല. അത് സാധാരണ അവർ കൊടുക്കുന്ന എന്താ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് അല്ലേ, അവിടെ നമ്മൾ ഇത് തന്നെ പറയുന്നത് ടാക്സബിൾ ആണ്, ഫോർവേഡ് ആണ്, നോ ലിമിറ്റ് ആണെന്ന്. ഇപ്പൊ അഡീഷൻ ഒന്നും കൂടെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സിമിലർലി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മീ. ഓക്കെ, വാട്സാപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്ത് ചാർട്ട് നമ്പർ 6, ഓക്കെ, അവസാനം ഒരു ചാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ സെഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികളെല്ലാം, അതായത് എൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ, ക്രാഷോ അല്ലെങ്കിൽ റെഗുലർ അറ്റൻഡ് ചെയ്ത കുട്ടികൾ, ഈ ചാർട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഈ ചാർട്ടിൽ യാതൊരുവിധ ചേഞ്ചുകളും ഇല്ല, അമെന്റ്മെന്റുകളും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് പറയുന്നതിന്റെ ഫ്ലോയിൽ എന്ന് പറയാൻ വേണ്ടി മാത്രം അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഓൾറെഡി കുറച്ച് സർവീസുകൾ സംസാരിച്ചു അല്ലെ. നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സർവീസ്, പിന്നെ സർവീസ് റിലേറ്റഡ് ടു എയർക്രാഫ്റ്റ് ഓർ വെസൽ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് പറഞ്ഞു, റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞു. ഇത് നാലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സർവീസുകളാണ്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഇതല്ലല്ലോ, ഒരുപാട് സർവീസ് കൊടുക്കുന്നില്ലേ. ബാക്കിയുള്ള എല്ലാ സർവീസും കൂടെ നമ്മൾ ഇവിടെ ക്ലാസിഫൈ ആണ് അതർ സർവീസസ്. ആൻഡ് ഇഫ് ഇറ്റ്സ് പ്രൊവൈഡഡ് ടു എ ഗവൺമെന്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സംപ്റ്റഡ്. ഗവൺമെന്റ് എക്സംപ്റ്റർ ആണ്. ഗവൺമെന്റ് നോൺ ബിസിനസ് എൻറ്റിറ്റി, ഒരാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഗവൺമെന്റ് സർവീസുകൾ എടുക്കുന്ന സമയത്ത് ദാറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി എക്സംപ്റ്റഡ്. നൗ വെൻ പ്രൊവൈഡഡ് ടു എ ബിസിനസ് എൻറ്റിറ്റി, ഐ ആം കാറ്റഗറൈസിംഗ് ദിസ് ബിസിനസ് എൻറ്റിറ്റി ആസ് ബിഗ് ഓർ സ്മോൾ. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തതോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബിഗ് ഓർ സ്മോൾ എന്ന വാക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്, ഒരിക്കലും എക്സാമിന് എഴുതരുത്. എന്താണ് ബിഗ്, എന്താണ് സ്മോൾ? നമ്മൾ ബിഗ് എന്ന് വിളിക്കുന്നത് ഇഫ് ആൻ എൻറ്റിറ്റീസ് പ്രീവിയസ് ഇയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് ദ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ, അതിനെയാണ് നമ്മൾ ബിഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇഫ് ആൻ എൻറ്റിറ്റീസ് പ്രീവിയസ് ഇയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈസ് ലെസ് ദാൻ ദ ത്രഷോൾഡ് ലിമിറ്റ്, അതിനെ നമ്മൾ സ്മോൾ എന്ന് വിളിക്കുന്നു. And we have had a very detailed discussion about this in this class, in our classes. So coming here in the summary level, if the entity is big, it will be taxable. And the charge is going to be reverse charge. The recipient will have to pay the tax to the government. And there's a limit of ₹5,000. അത് 5,000 രൂപയുടെ താഴെയുള്ള സർവീസുകളാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് സപ്ലൈ ഫോർ എ ഫിനാൻഷ്യൽ ഇയർ 5,000 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റർ ആണ്. 5,000 ആണെങ്കിലും എക്സംപ്റ്റർ ആണ്. 5,000-ന് മേലെ പോയാൽ മാത്രമേ ടാക്സിബിലിറ്റി വരുള്ളൂ. അപ്പൊ ഈ ചാർട്ടിലും ചേഞ്ചുകളൊന്നുമില്ല.
അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ചേഞ്ചുകൾ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് ഈ റെന്റിങ് ഓഫ് ഇമ്മൂബിൾ പ്രോപ്പർട്ടിയുടെ സർവീസിൽ നമ്മൾ ഗവൺമെന്റ് അടുത്ത് അങ്ങോട്ട് മാറ്റി. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ സർവീസ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഈ രണ്ട് ചേഞ്ചുകളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇപ്പൊ വായിച്ചിട്ടുള്ള ആ RCMന്റെയും എക്സംഷൻസിന്റെയും അമെന്റ്മെന്റ്സിന്റെ സമ്മറി. ഓക്കെ, അപ്പൊ ഞാൻ സെഷൻ തുടങ്ങുമ്പോഴേ പറഞ്ഞതാണ്, ഓൾറെഡി ഇത് പഠിച്ചിരിക്കുകയും ചേഞ്ചുകൾ മാത്രം ഡിസ്കസ് ചെയ്യുകയും മാത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ what I'm trying to say is, if you're trying to get a comprehensive idea about the reverse charge mechanism by government, this video will not help you. ഓക്കെ, സർവീസസ് ബൈ ഗവൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ വളരെ ഇൻഡെപ്ത് ആയി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അല്ലാത്ത കുട്ടികൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, പുസ്തകത്തിലോ അല്ലെങ്കിൽ വേറെ വേറെ ക്ലാസ്സസ് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ആ ചേഞ്ച് മാത്രമാണ് ഇവിടെ സ്പെസിഫിക്കലി എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ, ഡൺ. സോ വിത്ത് ദാറ്റ് വി ആർ ഡൺ വിത്ത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ചേഞ്ചുകൾ. റിവേഴ്സ് ചാർജിലും അതുപോലെ തന്നെ എക്സംഷനിൽ കയറുന്ന ചേഞ്ചുകൾ ഇവയൊക്കെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു പേജ് 6. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ പഠിച്ച എൻട്രികൾ, നമ്മളിപ്പോൾ കുറച്ച് ചാർട്ടുകൾ വരച്ചല്ലോ, അല്ലെങ്കിൽ ചാർട്ടിൽ ചേഞ്ചസ് എഴുതിയെടുത്തല്ലോ, അതും നമ്മൾ ഓൾറെഡി പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് കോറിലേറ്റ് ചെയ്യാം. ഓക്കെ, can just ഒന്ന് വായിച്ചു നോക്കാം. So let's continue. Now let's move on to amendment number 3. Okay, and amendment number 3. So as usual, നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. Okay, so amendment number 3 basically talks about section 9 subsection 5. അപ്പൊ എന്താണ് 9 subsection 5? 9 subsection 5 says that when certain services are supplied through e-commerce operator, the tax for that particular service should be paid to the government by the e-commerce operator and not by the supplier. അല്ലെ, ചില സപ്ലൈ ഓഫ് സർവീസ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ GST ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഉത്തരവാദിത്തം ആ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ്, സപ്ലയർക്കല്ല. ആൻഡ് നമ്മൾ പഠിച്ചാണ് ഏതൊക്കെയാണ് നോട്ടിഫൈഡ് സർവീസ്. അതിന്റെ ബേസിൽ നമ്മൾ ഒരു ചാർട്ടും വരച്ചിരുന്നു. ആ ചാർട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഇൻഡെപ്ത് അനാലിസിസ് നടത്തിയതാണ്. ഞാൻ ആ ചാർട്ട് ഒന്നും കൂടെ ഇവിടെ കാണിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇതായിരുന്നു ആ ചാർട്ട്. വെൻ ദ ഫോളോയിങ് സർവീസസ് സപ്ലൈ ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, അല്ലെ, ഏതൊക്കെയാണ്? ഇത് 4 എണ്ണമായിരുന്നു ആ സർവീസുകൾ. ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, ഹൗസ് കീപ്പിംഗ്, റെസ്റ്റോറന്റ് സർവീസ്. ഈ 4 സർവീസാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ 4 സർവീസ് കൊടുക്കുമ്പോൾ എപ്പോഴും RCM ആണോ? സോറി, RCM അല്ല, എപ്പോഴും ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണോ ടാക്സ് അടക്കേണ്ടത്? അല്ല, അതിലും കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ വിഷയം സംസാരിക്കുന്നത് നോട്ടിഫിക്കേഷൻ 17/2017 ആണ്. അവിടെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് അവർ കുറച്ച് കാര്യം അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണത്? അതായത് ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ ഓൾവേസ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ പേ, നമ്മുടെ ഊബർ, ഓല തുടങ്ങിയ കേസുകളിൽ. അക്കോമഡേഷനും ഹൗസ് കീപ്പിംഗിന്റെയും കേസിൽ സപ്ലയർ ലയബിൾ ആണെങ്കിൽ സപ്ലയർ തന്നെ അടയ്ക്കും, സപ്ലയർ ലയബിൾ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ അടയ്ക്കും. ആൻഡ് റെസ്റ്റോറന്റ് കേസിൽ സ്പെസിഫൈഡ് പ്രിമിസസ് ആണെന്നുണ്ടെങ്കിൽ സപ്ലയർ അടയ്ക്കും, അല്ലെങ്കിൽ ഇക്കോ അടയ്ക്കും. അപ്പൊ ഇതിനകത്ത് ഇത്രയും കാര്യത്തിൽ എനിക്ക് യാതൊരു ചേഞ്ചും പറയാനില്ല. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. There is no change up till here. And I'm repeating, this is not a comprehensive analysis of section 9 subsection 5. We are just focusing on the amendment. Okay, fine. So ഇവിടുത്തെ അമെന്റ്മെന്റ് എന്താണ്? നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷൻ കേസിൽ എപ്പോഴും ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ അടയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. യെസ്, ആ ട്രാൻസ്പോർട്ടേഷൻ അവിടെ നമ്മളൊരു പുതിയ അനാലിസിസ് നടത്താണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ബേസിക്കലി ഈ കാറുകള്, ബൈക്കുകള്, ഈ സർവീസുകളെല്ലാം ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററോടെ കൊടുക്കുന്നതിനായിരുന്നു നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇവിടെ പറഞ്ഞേ, ശ്രദ്ധിക്കുക, ട്രാൻസ്പോർട്ടേഷൻ കേസിൽ നമുക്ക് ഒമിനി ബസ്സിന് ഒരു സെപ്പറേറ്റ് കാറ്റഗറിയും അതർ മോട്ടോർ വെഹിക്കിൾസിന് സെപ്പറേറ്റ് DDM വേണം. സോ ക്വസ്റ്റൻ ഈസ്, വാട്ട് ഡു യു മീൻ ബൈ ഒമിനി ബസ്? ഇതാണ് ഒമിനി ബസ്. എനി മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് ടു ക്യാരി മോർ ദാൻ 6 persons എക്സ്ക്ലൂഡിംഗ് ഡ്രൈവർ. ഡ്രൈവർ അല്ലാതെ 6 പേരുകൾ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മൾ സാധാരണ നമ്മൾ നോർമൽ ടേംസിൽ കാറുകൾ എന്ന് പറയാം, അല്ലെ. ഇത് കാറുകളല്ല.
ഓക്കെ, അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് വലിയ വണ്ടികളാണ്. വലിയ വലിയ വണ്ടികളാണ് നമ്മളിവിടെ ബേസിക്കലി ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും, ഈ വണ്ടി നമുക്ക് ഊബറിൽ ബുക്ക് ചെയ്യാം, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്യുമല്ലോ ഇങ്ങനെ ബസ്സുകളിലൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ കമ്മിങ് ബാക്ക് ടു മൈ എക്സാമ്പിൾ, ഞാൻ സ്പ്ലിറ്റ് ആക്കി ഒമിനി ബസ് ആൻഡ് അതർ മോട്ടോർ വെഹിക്കിൾസ്. അതർ മോട്ടോർ വെഹിക്കിൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാറുകൾ, ബൈക്കുകൾ. ഇപ്പൊ ബൈക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്നായിരിക്കും ഈ ആപ്പ്, നമ്മുടെ റാപ്പിഡോ ടാക്സി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, റാപ്പിഡോ ടാക്സി. റാപ്പിഡോ ടാക്സി എന്താണ്? അത് ബൈക്ക് ടാക്സിയാണ്. നമുക്ക് ബേസിക്കലി റാപ്പിഡോയിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാറല്ല കിട്ടുക, നമുക്ക് ബൈക്കാണ് നമുക്ക് ടാക്സി നമ്മളൊന്ന് എടുത്തോണ്ട് പോവാം. ഓക്കെ, അപ്പൊ ആ വിധ വണ്ടികളെയാണ് ഞാൻ ഇവിടെ അതർ മോട്ടോർ വെഹിക്കിൾസ് വിളിക്കുന്നത്. ഒമിനി ബസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് ഇവിടുത്തെ എൻട്രി? ശ്രദ്ധിക്കാം. അവർ പറയുന്നത് അതർ മോട്ടോർ വെഹിക്കിളിന് 9(5) അപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഊബറിലോ ഒലയിലോ ഒക്കെ കാറൊക്കെ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് ഗവൺമെന്റിലേക്ക്, അതിന്റെ GST ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഉത്തരവാദിത്തം ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. പക്ക അത് ഈസിയോ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണത്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച റാപ്പിഡോ ടാക്സിയിലെ റാപ്പിഡോ ടാക്സി എന്ന് പറഞ്ഞ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് ഗവൺമെന്റിലേക്ക് GST അടക്കേണ്ടത്. യു ഷുഡ് ബി വെരി ഫെമിലിയർ വിത്ത് ദ ടേംസ് ഇ കൊമേഴ്സ് ആൻഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ കേട്ടോ. ഓക്കെ ഫൈൻ. അത് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. വാട്ട് അബൌട്ട് ഒമിനി ബസ്? ഒമിനി ബസിന്റെ കേസിൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് സപ്ലയർ ഒരു കമ്പനി ആണെങ്കിൽ 9(5) അപ്ലിക്കബിൾ അല്ല. സപ്ലയർ ഒരു കമ്പനി അല്ലെങ്കിൽ 9(5) അപ്ലിക്കബിൾ ആണ്. ഓ, വാട്ട് ഡസ് ദാറ്റ് മീൻ? അതായത് ജസ്റ്റ് ടു ക്ലാരിഫൈ, അതർ മോട്ടോർ വെഹിക്കിൾസ്, ഒമിനി ബസ് അല്ലാത്ത വണ്ടികളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എപ്പോഴും ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഗവൺമെന്റിലേക്ക് അടക്കണം, യാതൊരു ചേഞ്ചും ഇല്ല. എന്നാൽ ഒമിനി ബസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ ഈ ഒമിനി ബസ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സപ്ലൈ ചെയ്യുന്ന എൻറ്റിറ്റി ആരാണെന്ന് നോക്കാം. സപ്ലയറിലേക്ക് ഫോക്കസ് ചെയ്യാം. ആ സപ്ലയർ ഒരു കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ 9(5) അപ്ലിക്കബിൾ അല്ല. അതിനർത്ഥം എന്താണ്? ടാക്സ് അടക്കേണ്ടത് കമ്പനിയാണ്. സപ്ലയർ കമ്പനി അല്ല, ഫോർ എക്സാമ്പിൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണ്, ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കാം, അപ്പൊ 9(5) അപ്ലിക്കബിൾ ആണ്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന അമെന്റ്മെന്റ്. ചാർട്ട് ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ ഡൺ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, there is a supplier over here, there is a ECO over here, there is a customer over here. Okay, so let me give you an example. ഒന്നുകൂടെ ക്ലിയർ ആക്കാനായിട്ട്, let's say there is a supplier, there is an e-commerce operator, and there is a customer. Okay, so supply is happening through this eco, അല്ലെ? ഇക്കോയിലൂടെയാണ് സപ്ലൈ സംഭവിക്കുന്നത്. ആൻഡ് ഇവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒമിനി ബസ്സിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ്. റൈറ്റ്, ഒരു ഒമിനി ബസ്സാണ് ഇതിലൂടെ കൊടുക്കുന്നത്, സപ്ലയർ ഈക്വലൂടെ കസ്റ്റമർ കൊടുക്കുന്നത്. ടാക്സ് ആരടയ്ക്കും? ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണെങ്കിൽ നോർമലി അതിന്റെ ഫോക്കസ് വരുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഇക്കോൺ അടക്കേണ്ടി വരാം. പക്ഷെ ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് എലോൺ യു ഹാവ് ടു സീ ഹൂ ദ സപ്ലയർ ഇസ്. ഈ സപ്ലയർ ആരാണ് നമ്മളൊന്ന് അന്വേഷിക്കണം. ഈ സപ്ലയർ ഒരു കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ഇക്കോ അല്ല ടാക്സ് അടയ്ക്കുക, കമ്പനിയാണ് ടാക്സ് അടയ്ക്കുക. എന്നാൽ ഈ സപ്ലയർ ഒരു അതർ ദാൻ കമ്പനി, ഫോർ എക്സാമ്പിൾ ഒരു ഫേം ആണ് എന്നുണ്ടെങ്കിൽ, ഒരു പാർട്ണർഷിപ്പ് ഫേമോ നമ്മുടെ LLPയോ ഇൻഡിവിജ്വൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി അമെന്റ്മെന്റ് റിലേറ്റഡ് ടു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്സിസ്റ്റിംഗ് ഒരു എൻട്രി ഉണ്ടായിരുന്നല്ലോ, ആ എൻട്രിയിൽ നിന്ന് ഒമിനി ബസ് എടുത്തു കളയുകയാണ് ആദ്യം ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ വിചാരിച്ചത്? അയ്യോ, അപ്പൊ ഒമിനി ബസിന് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ലേ ടാക്സ് അടക്കണ്ടേ, എപ്പോഴും സപ്ലയർ ആണോ എന്നൊരു ചോദ്യം വന്നു.
പക്ഷെ എന്നുള്ള ഒരു പുതിയൊരു എൻട്രി ആഡ് ചെയ്തു. എൻട്രി വായിച്ചു നോക്കിയേ. മനസ്സിലായോ? അപ്പൊ അതിന്റെ ക്യുമുലേറ്റീവ് ആയിട്ട് നമ്മൾ വായിച്ചപ്പോഴാണ് നമ്മൾ ആ ചാർട്ട് ക്രിയേറ്റ് ചെയ്തത്. Okay, with that we are done with amendment number 3 and we are done with the amendment related to charge. Okay, so now we are done with supply and charge. Okay, so let's move on to the next case, that is place of supply. Hi guys, നമ്മൾ കഴിഞ്ഞ സെഷനിൽ സപ്ലൈ എന്ന ചാപ്റ്ററിലെയും അതുപോലെ തന്നെ ചാർജ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയും അമെൻമെന്റ്സ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ, അതായത് പുതിയ സിലബസിൽ ആഡ് ആയിട്ടൊരു ടോപ്പിക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് ക്ലാസ്സിൽ അനലൈസ് ചെയ്തതാണ്. ഡീറ്റെയിൽ എക്സാമ്പിൾസും ചാർട്ട്സ് ഒക്കെ നോക്കി നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ ഐ ഹോപ്പ് യു ഹവ് ഓൾറെഡി കംപ്ലീറ്റഡ് ദിസ് ചാപ്റ്റർ. യെസ്, അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലേക്ക് വന്നിരിക്കുന്ന അമെൻമെന്റ് ആണ്. അമെൻമെന്റ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ദി കേസ് ഓഫ് ഗുഡ്സ് വെയർ സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഗുഡ്സിന് മൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ടു ദ റെസിപ്പിയന്റ് നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അവിടെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സെക്ഷൻ 10 നിങ്ങളുടെ PDF ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 10 സബ്സെക്ഷൻ 1 ക്ലോസ് സി ആണ്, 10C അല്ല. ഓക്കെ, 10 സബ്സെക്ഷൻ 1 ക്ലോസ് സി ആണ് പ്രൊവിഷൻ. അതായത് ഇവർ പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ദി കേസ് ഓഫ് ഓവർ ദി കൗണ്ടർ സെയിൽസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്. എന്താണ് ഈ ഓവർ ദി കൗണ്ടർ സെയിൽസ്? ഓവർ ദി കൗണ്ടർ സെയിൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഷോപ്പാന്ന് വെച്ചോ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണത്. ആ ഷോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പുറത്ത് ഒരു സപ്ലയർ നിൽപ്പുണ്ട്, ഇപ്പുറത്തൊരു കസ്റ്റമർ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഈ സാധനം എടുത്ത് കൊടുത്തു. ഓവർ ദി കൗണ്ടർ സെയിൽസ്. സോ വെൻ ദ സപ്ലൈ ഈസ് മെയ്ഡ് is an over the counter sale and it is made to an unregistered person. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ഇവിടുത്തെ പ്ലേസ് ഓഫ് സപ്ലൈ പറയുന്നത്, അല്ലെങ്കിൽ അമെൻമെന്റ് സംസാരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ പ്രൊവിഷൻ ആദ്യം. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, സോ വായിച്ചു. അപ്പോ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓവർ ദി കൗണ്ടർ സെയിൽ ആണെങ്കിൽ അവർ ചോദിക്കുന്നത് വെദർ ദി അഡ്രസ് ഓഫ് ദി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റെക്കോർഡ് ഇൻ ദി ഇൻവോയ്സ്. അപ്പൊ നമ്മൾ ഇൻവോയ്സ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്തൊരു പോയിന്റ് ആണ്, ഈ എപ്പോഴാണ് റെസിപ്പിയന്റിന്റെ അഡ്രസ് ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ വരുന്ന സമയത്ത് അവർ പറയുന്നത് റെസിപ്പിയന്റിന്റെ അഡ്രസ് നിങ്ങൾ ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ then the place of supply will be the location recorded in the invoice. ഇൻവോയ്സിൽ എന്താണോ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി അങ്ങനെ ഒരു അഡ്രസ് നമ്മൾ ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ലൊക്കേഷൻ ഓഫ് സപ്ലയർ. ഓക്കെ, സോ ലെറ്റ് മി ഗിവ് an എക്സാമ്പിൾ. ഇപ്പൊ ഇയാളൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, ലെറ്റ് സേ ഹി ഈസ് കമ്മിങ് ഫ്രം ബാംഗ്ലൂർ ആൻഡ് ദിസ് പേഴ്സൺ ഇസ് ലൊക്കേറ്റഡ് ഇൻ കൊച്ചി. അപ്പൊ സപ്ലയർ നിൽക്കുന്നത് കൊച്ചിയാണ്, റെസിപ്പിയന്റ് ഈസ് കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. അപ്പൊ ഈ ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് റെസിപ്പിയന്റ് പറയുന്നു, സി ഐ എം കമ്മിങ് ഫ്രം ബാംഗ്ലൂർ സോ ആൻഡ് സോ. സോ അഡ്രസ് പ്രോപ്പർലി ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. അങ്ങനെ ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ബാംഗ്ലൂർ. സോ സപ്ലൈസ് ഇൻ കൊച്ചി, പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ബാംഗ്ലൂർ. അവിടെ ഒരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണ്, IGST ബില്ലാണ് ചാർജ് ചെയ്യേണ്ടത്. എന്നാൽ വാട്ട് ഇഫ് ദിസ് പേഴ്സൺ, the supplier is not recording the address of the recipient? അത് എപ്പോഴാണ് അങ്ങനെ വരിക? നമ്മൾ ഇൻവോയ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, 50,000 താഴെയാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ ആൻഡ് ദ റെസിപ്പിയന്റ് ഇസ് അൺരജിസ്റ്റേർഡ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ റെക്കോർഡ് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് ദ അഡ്രസ് ഈസ് നോട്ട് റെക്കോർഡഡ്, then the place of supply will be location of supplier. എന്ന് വെച്ചാൽ ഏതാ? കൊച്ചി. അപ്പൊ സപ്ലയർ നിൽക്കുന്നത് കൊച്ചി, പ്ലേസ് ഓഫ് സപ്ലൈ കൊച്ചി, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ.
സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ പ്രൊവിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനലൈസ് ചെയ്യാം കേട്ടോ. പ്ലീസ് അനലൈസ്. Okay, now let's move on to amendment number 2. ഇതാണ് amendment number 2. Again, ഇത് place of supply ഒരു clarification ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ അനലൈസ് ചെയ്യാം. ഓക്കെ, ഈ ക്ലാരിഫിക്കേഷൻ അനലൈസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ അഡ്വർടൈസിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന ഹോർഡിങ്സ് ഉണ്ട്. ഓക്കെ, ഹോർഡിംഗ് ഓർ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഫോർ അഡ്വർടൈസ്മെന്റ്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ലെറ്റ് സേ ഇതൊരു അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് ആണ്. എയർടെൽ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു വലിയ ബിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ ലെറ്റ് സേ there is a supplier called Mr. A. മിസ്റ്റർ എ ആണ് ഈ പറയുന്ന ബിൽ ബോർഡ് വെച്ചിട്ടുള്ള ആ അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് വെക്കുന്ന ആ ഒരു വലിയ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ എയുടെ ഉടമസ്ഥയിലുള്ളതാണ്. എ ആണ് അത് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി എയർടെൽ എന്ന് പറയുന്ന കമ്പനി എനെ സമീപിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ കാണിച്ചിരുന്ന ബിൽ ബോർഡ് ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കണം. അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ സംസാരിക്കുമ്പോൾ ഈ പരസ്യം ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. പരസ്യം വെക്കുന്നതിന് മുമ്പ് അതൊരു ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. അല്ലെ, നിങ്ങൾ വഴിയിലൊക്കെ ചില സമയത്ത് കണ്ടിട്ടില്ലേ, യു ക്യാൻ പ്ലേസ് ഒരു അഡ്വർടൈസ്മെന്റ് ഹിയർ, കോൺടാക്ട് എന്ന് പറഞ്ഞ നമ്പറൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഈ നമ്മുടെ ഈ ബിൽ ബോർഡ് ബ്ലാങ്ക് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എയർടെൽ എനെ സമീപിച്ച് പറയുന്നത്, ഞങ്ങൾക്ക് താങ്കളുടെ ബിൽ ബോർഡ് വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അത് വാടകയ്ക്ക് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇത്ര ഒരു 5 months പീരീഡിലേക്കായിരിക്കും. ആ 5 months പീരീഡിൽ നമുക്ക് അവിടെ എയർടെലിന്റെ പരസ്യമാണ് പരസ്യം ചെയ്യേണ്ടത് എന്ന് എയോട് പറഞ്ഞു. സോ എ പറഞ്ഞു ഓക്കെ ഫൈൻ, എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ റെന്റ് അഗ്രി ചെയ്യും. അങ്ങനെ നൗ എ ഈസ് പ്രൊവൈഡിങ് സർവീസ് ടു എയർടെൽ. ഇവിടെ ഇപ്പൊ എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് പറയുന്നത് ഇവിടെ എയുടെ കൈവശമുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഈ അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് വെക്കുന്ന ആ ഒരു എൻറ്റയർ സ്ട്രക്ചർ. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എയർടെലിന് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എയർടെലിന് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സർവീസ് റിലേറ്റഡ് ടു എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ ആസ് പെർ സെക്ഷൻ 12 സബ്സെക്ഷൻ 3 ഓഫ് IGST ആക്ട്, അതിന്റെ പ്ലേസ് ഓഫ് അപ്ലൈ എവിടെയാണ്? ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ദാറ്റ് വിൽ ബി ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ ഇതിപ്പോ ഇരിക്കുന്നത് ലെറ്റ് സേ ഇപ്പോൾ കൊച്ചിയിൽ കാക്കനാടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് അപ്ലൈ വിൽ ബി കാക്കനാട്. ഓക്കെ, സോ ഒന്ന് ക്വിക്ക് റിവിഷൻ. പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? If the immovable property is located in India, location of immovable property. If the immovable property is located outside India, location of recipient. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ സ്പെസിഫിക്കലി നമ്മൾ സംസാരിക്കുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആണ്. സോ നിങ്ങൾ ഇതിലെ ഈ ഫസ്റ്റ് പാര ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. ക്ലിയർ? Now let's analyze the second para. അവിടെ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു കുറച്ചൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ബി ലിമിറ്റഡ് എന്നൊരു അഡ്വർടൈസിംഗ് കമ്പനി ഉണ്ട്. ഓക്കെ, എയർടെല് ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയോട് വന്നിട്ട് പറയാണ്, നമുക്ക് നമ്മുടെ കുറച്ച് അഡ്വർടൈസ്മെന്റ് ഹോർഡിങ്സ് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പരസ്യം ചെയ്യണം. കാക്കനാടാണ് ലൊക്കേഷൻ. അപ്പൊ കാക്കനാട് നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മുടെ കുറച്ച് ബിൽ ബോർഡ്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ബി ലിമിറ്റഡിനെ ആ പരിപാടി അങ്ങ് ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ബി ലിമിറ്റഡ് ഈസ് നൗ പ്രൊവൈഡിങ് അഡ്വർടൈസിംഗ് സർവീസ് ടു എയർടെൽ. അത് കേൾക്കാം. അപ്പൊ ഈ പരസ്യം ചെയ്യാൻ ഡെഫിനറ്റ്ലി ഈ അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് വേണം അല്ലെ? അത് ചിലപ്പോൾ ബി ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടാവാം അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എ എന്ന് പറഞ്ഞ ആൾ ഇവിടെ പിക്ചറിലുണ്ട്. എയുടെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ ബി അത് എവിടെയെന്ന് വാടകയ്ക്ക് എടുക്കാം, വാട്ട് എവർ. അതൊന്നും എയർടെലിന് അറിയണ്ട. എയർടെൽ പറഞ്ഞിരിക്കുന്നത് ഈ ലൊക്കേഷൻ ഞങ്ങളുടെ പരസ്യം വേണം, വേണ്ടത് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ബി ലിമിറ്റഡിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബി ലിമിറ്റഡ് പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കാം, വാട്ട് എവർ. അത് എയർടെലിന് അറിയണ്ട. സോ എയർടെൽ ഈസ് നോട്ട് ഡയറക്ട്ലി റെന്റിങ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫ്രം ബി ലിമിറ്റഡ്.
വ്യത്യാസം മനസ്സിലായി? ആദ്യത്തെ എക്സാമ്പിൾ എ ലിമിറ്റഡ് കയ്യിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന സിറ്റുവേഷനാണ് സംഭവിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ ദ സപ്ലയർ ഇസ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡ് ഇസ് പ്രൊവൈഡിംഗ് സർവീസ് ടു എയർടെൽ ആൻഡ് ദാറ്റ് സർവീസ് ഇസ് പ്യൂർലി അഡ്വർടൈസ്മെന്റ് സർവീസ്. ആ ബിൽ ബോർഡ് അല്ലെങ്കിൽ ഹോർഡിംഗ് ഒപ്പിക്കേണ്ട ആക്ടിവിറ്റി അതെല്ലാം ബി ലിമിറ്റഡ് സ്വന്തം കഴിഞ്ഞ് ചെയ്തോളാം. ഇങ്ങനെ വരുവാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കും? ദിസ് ഇസ് നോട്ട് എ സർവീസ് ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ ജനറൽ ക്ലോസ് ഉപയോഗിക്കണം. 12 സബ്സെക്ഷൻ 2. 12 ഓർമ്മയില്ലേ? ഞാൻ 12 ചാർട്ട് ഒന്ന് കാണിക്കാം, ഒരു നിമിഷം. അപ്പൊ 12 സബ്സെക്ഷൻ 2 എന്താ സംസാരിക്കുന്നത്? സപ്ലൈ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. അപ്പൊ ബി ലിമിറ്റഡ് എയർടെൽ സർവീസ് കൊടുത്തത്, എയർടെൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണല്ലോ, അപ്പൊ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഇനി ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. അഡ്രസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ജനറൽ ക്ലോസ് എന്താണെന്നുള്ളത്. ആ രീതിയിൽ വേണം ചെയ്യാൻ. സോ ഇഫ് ദ സർവീസ് ഈസ് ഇൻ റിലേഷൻ ടു ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതാണ് ഫസ്റ്റ് കേസ് സംസാരിക്കുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ, ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എന്നാൽ സെക്കൻഡ് കേസിൽ അതൊരു പ്യുവർലി അഡ്വർടൈസ്മെന്റ് സർവീസ് ആണ്. അപ്പൊ നമ്മൾ ജനറൽ ക്ലോസ് ആണ് ഉപയോഗിക്കാനായിട്ട്. സെക്കൻഡ് പാര ഒന്ന് വായിച്ചു നോക്കുക, ഫസ്റ്റ് പാര ആയിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വായിച്ചു നോക്കൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വിത്ത് ദാറ്റ് വി ആർ ഡൺ വിത്ത് പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ അമെൻമെന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Now let's move to the next chapter, exemptions. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 11 of CGST Act. And of course you have to focus on the notification number 12/2017. അതാണ് എക്സംഷൻ, സർവീസുകൾ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അവിടെ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് അമെൻമെന്റ്. ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കി. ഓക്കെ, സി ഇങ്ങനൊരു എൻട്രി ഉണ്ടായിരുന്നു. സാറ്റലൈറ്റ് ലോഞ്ച് സർവീസസ് സപ്ലൈഡ് ബൈ ISRO, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഓർ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കുറച്ച് സ്ഥാപനം. അതായത് ഇവിടുത്തെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് വളരെ എഫിഷ്യന്റും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് കമ്പയർഡ് ടു ദ സ്പേസ് റിസർച്ച് ഓഫ് മെനി അതർ കൺട്രീസ്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള സ്പേസ് റിസർച്ച് ഫെസിലിറ്റി, അതായത് സ്പെസിഫിക്കലി സാറ്റലൈറ്റ് ലോഞ്ച് സർവീസുകളെല്ലാം നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളും പുറത്തുള്ള രാജ്യത്തെ കമ്പനികളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഈ പറയുന്ന എൻറ്റിറ്റീസ്, അത് ഒന്ന് ഓഫ് കോഴ്സ് ISRO, പിന്നെ ആൻഡ്രിക്സ്, പിന്നെ നമ്മൾ ഈ പറയുന്ന ന്യൂ സ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനികളൊക്കെ ചെയ്യുമ്പോൾ എക്സംപ്റ്റഡ് ആണെന്നായിരുന്നു എൻട്രി. ആ എൻട്രിയിൽ ചെറിയൊരു അമെൻമെന്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? സർവീസ് സപ്ലയർ ആരാണെന്നുള്ള സ്പെസിഫിക്കേഷൻ അവരെടുത്ത് കളഞ്ഞു. അതാണ് ഞാൻ സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് അമെൻമെന്റിൽ. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസസ് ആര് ചെയ്താലും എക്സംപ്റ്ററാണ്. ഈ ആര് ചെയ്താലും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട്, ഈ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസുകൾ ഇന്ത്യയിൽ കൊടുക്കുന്ന കുറച്ച് ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ISRO ഉണ്ട്, പിന്നെ ഇവിടെ വേറെ കുറച്ച് കമ്പനികളും ഉണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ആൻഡ്രിക്സും ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നോക്കി കഴിഞ്ഞാൽ പിക്സൽ, അതുപോലെ അഗ്നികുൽ, ധ്രുവ എയറോസ്പേസ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമ്പനികളുണ്ട്. അപ്പൊ ഇവരൊക്കെ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസസ് ആക്റ്റീവ്ലി ചെയ്യുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോ ഇപ്പൊ അമെൻമെന്റിന് ശേഷം ഈ പറയുന്ന സർവീസ് ഏത് എൻറ്റിറ്റി ചെയ്താലും എക്സെപ്ഷൻ കിട്ടും. ദാറ്റ്സ് ഓൾ. ഈസി അമെൻമെന്റ് ആണ്. ഒന്നുകൂടെ വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു നോക്കിയാ അല്ലെ? അപ്പോ എക്സംഷൻ എന്ന ചാപ്റ്ററിൽ പിന്നെ ഏതൊക്കെ അമെൻമെന്റ്സ് ആണ് നോക്കിയേ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ അല്ലെ? അതായത് നമ്മൾ നേരത്തെ RCMന്റെ എക്സംഷൻസ് പഠിച്ചില്ലേ? അപ്പൊ RCMന്റെ എക്സംഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചാർട്ട് വരച്ച് അനലൈസ് ചെയ്ത ഓർമ്മയില്ലേ? ഓക്കെ, RCMന്റെ അമെൻമെന്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ എക്സംഷൻസ് അനലൈസ് ചെയ്തായിരുന്നു. അമെൻമെന്റ്സും
സോറി, റിവേഴ്സ് ചാർജും എക്സംഷൻസും ഒരുമിച്ച് ഹാൻഡ് ഇൻ ഹാൻഡാണ് നമ്മൾ പഠിച്ചു പോയത്. യെസ്. അപ്പൊ ആ പഠിച്ചു പോയ സമയത്ത് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ എക്സംഷൻസിന്റെ അമെന്റ്മെന്റ്സും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ അമെന്റ്മെന്റ് 2 നമ്മൾ ടിക്കറ്റ് എൻട്രീസ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. സോ വി ആർ ലീവിങ് ഇറ്റ്. ഇവിടെ അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ എൻട്രി ആഡ് ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി ഈസി എൻട്രി കേട്ടോ. സർവീസസ് പ്രൊവൈഡഡ് ടു എ ഗവൺമെന്റൽ അതോറിറ്റി. അപ്പൊ ഈ ഗവൺമെന്റൽ അതോറിറ്റി ആരാന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി എക്സംഷൻസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവണം. സോ വെൻ ദ സർവീസ് പ്രൊവൈഡ് ടു ഗവൺമെന്റ് അതോറിറ്റി ബൈ വേ ഓഫ് വാട്ടർ സപ്ലൈ, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ കൺസർവൻസി, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, സ്ലം ഇംപ്രൂവ്മെന്റ് ആൻഡ് അപ്ഗ്രഡേഷൻ. അപ്പൊ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ വാട്ടർ സപ്ലൈ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അതോറിറ്റിക്ക് വാട്ടർ സപ്ലൈ കൊടുക്കുക, എക്സെപ്റ്റർ ആണ്. പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട സർവീസുകൾ എക്സെപ്റ്റർ ആണ്. സാനിറ്റേഷന്റെ ഭാഗമായിട്ട് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സർവീസ് കൊടുത്താൽ എക്സെപ്റ്റർ ആണ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്ന ആക്ടിവിറ്റി എക്സെപ്റ്റർ ആണ്. സ്ലം ഇംപ്രൂവ്മെന്റ് ആൻഡ് അപ്ഗ്രഡേഷൻ. അപ്പൊ ഇന്ത്യയിലുള്ള പല സ്ലമ്മുകളും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യാനും അത് അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒരു ഗവൺമെന്റ് അതോറിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി എക്സെപ്റ്റഡ്. ഓക്കെ ഫൈൻ. അപ്പൊ അത്രയേ ഉള്ളൂ ഈ പെർട്ടിക്കുലർ എൻട്രി. വിത്ത് ദിസ് എൻട്രി വി ആർ ഡൺ വിത്ത് ഓൾ ദ എക്സംഷൻസ് റിലേറ്റഡ് ടു all the amendments related to exemptions. Okay, exemption എന്ന ചാപ്റ്റർ ബന്ധപ്പെട്ട എല്ലാ അമെന്റ്മെന്റ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പൊ ടൈം ഓഫ് സപ്ലൈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് സെക്ഷൻ 12, 13, 14 ആണ് ഓഫ് CGST ആക്ട്. അതിൽ 12ഉം 13ഉം നമ്മൾ ഇന്റർ ലെവലിൽ കവർ ചെയ്യുന്നു, 14 നമ്മൾ ഫൈനൽ ലെവലിൽ കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ 12 പഠിച്ച സമയത്ത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻ ദി കേസ് ഓഫ് ഫോർവേഡ് ചാർജ് ഓഫ് ഗുഡ്സ്, എടുക്കുന്ന ഒരു ചാർട്ടാണിത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ടൈം ഓഫ് സപ്ലൈ? ഇഫ് ദ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ ഡ്യൂ ഡേറ്റിനകം തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ടൈം ഓഫ് സപ്ലൈ വിൽ ബി ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇനി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴായിരുന്നു ഡ്യൂ ഡേറ്റ്, അതാണ് ടൈം ഓഫ് സപ്ലൈ. നമ്മൾ ഓൾറെഡി പഠിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി എന്താണ് ഇവിടുത്തെ ചേഞ്ച്, അമെന്റ്മെന്റ് എന്താണ്? ഈ അമെന്റ്മെന്റ് എന്താണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ 66 എന്താണെന്ന് നോക്കണം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ എന്താ നോട്ടിഫിക്കേഷൻ 66. ആക്ച്വലി ഈ 12 സബ്സെക്ഷൻ 2 പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല. ഇൻവോയ്സ് വിത്തിൻ ഡ്യൂ ഡേറ്റ് ആണോ അല്ലേ, അതൊന്നും അല്ല അവർ പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ മെറ്റീരിയൽ ആ ഒരു എക്സ്ട്രാക്ട് മാത്രം കാണിക്കുകയാണ്. അണ്ടർ ഫോർവേഡ് ചാർജ് the time of supply will be the date of issue of invoice or date of payment whichever is earlier എന്ന് പറഞ്ഞ് നിർത്തുക ചെയ്യുന്നത്. ഇൻവോയ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് whichever is earlier. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ചാർട്ടിൽ പേയ്മെന്റിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ പേയ്മെന്റിനെ പറ്റിയൊന്നും പറയാത്തത്? ആ പേയ്മെന്റിന്റെ റെലവൻസ് എടുത്ത് കളയുന്ന നോട്ടിഫിക്കേഷൻ ആണ് നോട്ടിഫിക്കേഷൻ 66/2017. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? അഡ്വാൻസ് പേയ്മെന്റ് കിട്ടുക എന്ന് വെച്ചോ. ഇമാജിൻ ഐ എം എ സപ്ലയർ ഓഫ് ഗുഡ്സ്, okay, and this is basically under forward charge and I am receiving some kind of advance payment. എനിക്കൊരു അഡ്വാൻസ് പേയ്മെന്റ് കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് എനിക്ക് കിട്ടുന്ന സമയത്ത് അതിന്റെ ടൈം ഓഫ് സപ്ലൈ ട്രിഗർ ചെയ്യില്ല. അതിനർത്ഥം ഗുഡ്സിന്റെ ഫോർവേഡ് ചാർജിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ GST അപ്പം തന്നെ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട ടൈം ഓഫ് സപ്ലൈ കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ പ്രൊവിഷൻ ഇങ്ങനെയല്ല പറയുന്നത്, ഈ നോട്ടിഫിക്കേഷനിലൂടെയാണ് എൻട്രി ഇങ്ങനെ ഷിഫ്റ്റ് ആവുന്നത്. അപ്പൊ പേയ്മെന്റിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഷിഫ്റ്റ് ആവാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്, ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ് ഇസ് ഇറെലവന്റ് ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ചാർജ് ഓഫ് ഗുഡ്സ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇനി ചോദ്യം, എന്താണ് ഇവിടുത്തെ അമെന്റ്മെന്റ്? യെസ്, അമെന്റ്മെന്റ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം, നമ്മുടെ ആക്ഷണബിൾ ക്ലെയിംസിനെ പറ്റിയിട്ടാണ്. സോ ഒന്ന് റിവൈസ് ചെയ്തേ.
നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചാണല്ലോ ആക്ഷബിൾ ക്ലെയിംസ്. കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഷെഡ്യൂൾ 3ന്റെ അമെൻമെന്റ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു ആക്ഷബിൾ ക്ലെയിം അതർ ദാൻ 6 സ്പെസിഫൈഡ് ആക്ഷബിൾ ക്ലെയിംസ് ഒന്നും സപ്ലൈ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ 6 സ്പെസിഫൈഡ് ആക്ഷബിൾ ക്ലെയിംസ് സപ്ലൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. യെസ്. ഇനി ഗവൺമെന്റ് പറഞ്ഞതെന്നറിയോ, ആ ഓക്കെ, അതിന് ഒരു കാര്യം ഉണ്ടെന്ന് ചോദിച്ചോട്ടെ, ഈ ആക്ഷബിൾ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ആണോ സർവീസ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാർട്ട് കാണിക്കാം. നമ്മൾ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണിത്. ഓക്കെ, അതിൽ നമുക്കിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗുഡ്സിന്റെ ഡെഫിനേഷനാണ്. നോക്കിയേ ഇവിടെ എന്താ കിടക്കുന്നതെന്ന്, ആക്ഷണബിൾ ക്ലെയിംസ്. അപ്പൊ ആക്ഷണബിൾ ക്ലെയിംസ് ഗുഡ്സ് ആണ്. ആസ് പെർ സെക്ഷൻ 2 ക്ലോസ് 52 ആക്ഷണബിൾ ക്ലെയിംസ് ഗുഡ്സ് ആണ്. പക്ഷെ നമുക്കറിയാലോ ആക്ഷണബിൾ ക്ലെയിംസിൽ തന്നെ ആകെ 6 മാത്രമല്ലേ സപ്ലൈ ആവുള്ളൂ. അപ്പൊ ആ 6 സപ്ലൈ ഓഫ് ഗുഡ് ആണ്. മാത്രമല്ല അത് റിവേഴ്സ് ചാർജിൽ നോട്ടിഫൈഡ് അല്ല. അപ്പോൾ ഈ ആക്ഷണബിൾ ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ആണെന്ന് മാത്രമല്ല ഫോർവേഡ് ചാർജും ആണ്. ഗുഡ് ആണ് ഫോർവേഡ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക ഈ ചാർട്ട് അല്ലേ? പക്ഷെ ഗവൺമെന്റ് പറഞ്ഞേ, നമുക്ക് അമെൻമെന്റ് ഒന്ന് വായിച്ചു നോക്കാം. നോക്കൂ, വിത്ത് എഫക്ട് ഫ്രം 1/10/2023 the set notification, ഏത് നോട്ടിഫിക്കേഷൻ? നോട്ടിഫിക്കേഷൻ 66/2017 has been amended to exclude the registered person making supply of specified actionable claims. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ നേരത്തെ സംസാരിച്ച ആക്ഷണബിൾ ക്ലെയിംസ് ഉണ്ടല്ലോ, ഏതൊക്കെ? സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസ്, ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിംഗ്, കാസിനോസ്, ഓൺലൈൻ മണി ഗെയിമിംഗ്. യെസ്, ആ പറയുന്ന കേസുകളൊന്നും നോട്ടിഫിക്കേഷൻ 66 കവേർഡ് അല്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? ആ പറയുന്ന സപ്ലൈക്കെല്ലാം, ആക്ഷണബിൾ ക്ലെയിംസ് എല്ലാം എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ ഇമീഡിയറ്റ്ലി ട്രിഗർ ആവും. അതായത് ഇപ്പൊ ഞാനൊരു ഓൺലൈൻ മണി ഗെയിമിംഗ് നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാനെന്ന് വിചാരിച്ചോ. യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് യു ആർ ഡെപ്പോസിറ്റിംഗ് സം മണി. ദ ഗെയിം ഈസ് ഗോയിങ് ടു ഹാപ്പൻ ലെറ്റ്സ് സേ 1 month ലേറ്റർ. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഗെയിം സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ പൈസ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തു, ടൈം ഓഫ് സപ്ലൈ ട്രിഗർ ആവും. ഞാൻ നോർമലി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ആദ്യമേ പൈസ തന്നാൽ ടൈം ഓഫ് സപ്ലൈ ട്രിഗർ ആവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്? നോട്ടിഫിക്കേഷൻ 66 കാരണം. ഈ 66ൽ നിന്ന് സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസ് ഗവൺമെന്റ് എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പൊ ആ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഇപ്പൊ ഓൺലൈൻ മണി ഗെയിമിംഗ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ, നിങ്ങൾ എനിക്ക് അഡ്വാൻസ് പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ ഇമീഡിയറ്റ്ലി ട്രിഗർ ആവും. ഇതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന ചാപ്റ്ററിലെ അമെൻമെന്റ്. ഓക്കെ, അതും കൂടെ വായിച്ചു നോക്കുക, ക്ലിയർ ആണോ നോക്കാം. അഗൈൻ റിപ്പീറ്റ്, നിങ്ങൾ ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചൊരു പോയിന്റുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് മീ. എല്ലാ പേജിലും നമ്പേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് വാട്സാപ്പ് ചെയ്യാം. ഫോട്ടോ എടുത്തിട്ടെ, അതായത് ആ പ്രൊവിഷന്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഏതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ ടൈം ഓഫ് സപ്ലൈയുടെ അമെൻമെന്റ് ഒന്നും കൂടെ വായിച്ചു നോക്കാം. All right. Okay. Now, let's move to next chapter, registration. ഇവിടെ കുറച്ചധികം അമെൻമെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ നമ്മളിവിടെ ബേസിക്കലി പഠിക്കുന്നത് സെക്ഷൻ 22 മുതൽ സെക്ഷൻ 30 വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ആരൊക്കെ രജിസ്ട്രേഷൻ ലയബിൾ ആവുന്നത്, ആരൊക്കെയാണ് ലയബിൾ അല്ലാത്തത്, ഈ ലയബിൾ ആയത് തന്നെ ഏത് പ്രൊസീജിയർ ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, രജിസ്ട്രേഷനിലെ അമെൻമെന്റുകൾ എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത്, ഈ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതില് നമ്മൾ ആദ്യത്തെ അമെൻമെന്റ് സംസാരിക്കുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത്, അതിനെ കുറച്ചുകൂടെ കറക്റ്റ്, ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഇമീഡിയറ്റ്ലി കൊടുക്കില്ല. അതായത് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ സെഷൻ ഓൾറെഡി അറ്റൻഡ് ചെയ്തവർ ഈ ചാർട്ട് ഓൾറെഡി കണ്ടതായിരിക്കും, അല്ലാത്തവർക്കൊന്ന് കാണുകയാണ്, ശ്രദ്ധിക്കാം. ഇതായിരുന്നു രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചാർട്ട്. അപ്പോൾ പഠിച്ചിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്, ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ. ഇതാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ, സിംപ്ലിഫൈഡ് വേർഷൻ ആണ്.
അപ്പൊ നമുക്കറിയാം, നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 7 days റെസ്പോൺസ് വരണം അല്ലെ. എല്ലാം ഓക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ കയ്യിലേക്ക് കിട്ടും. ഇനി റിപ്ലൈ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡീംഡ് അപ്രൂവൽ ആണ്, അല്ലെങ്കിൽ അവർ നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഫർദർ ഇൻഫോർമേഷൻ വേണമെന്ന് പറഞ്ഞൊരു ക്ലാരിഫിക്കേഷൻ അയച്ചു തരും. അങ്ങനെ വന്നാൽ 7 ദിവസം കൊണ്ട് മറുപടി പറയണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7 ദിവസം എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 30 ദിവസമായിട്ട് മാറാം. അതെപ്പോഴാണ്? അത് സംഭവിക്കുന്നത് 3 സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? അതാണ് ഈ പറയുന്ന 3 സിറ്റുവേഷൻ, ABC. എന്താണ്? ഫസ്റ്റ് സിറ്റുവേഷൻ, എ പേഴ്സൺ ഫെയിൽസ് ടു അണ്ടർഗോ ആധാർ ഒതന്റിക്കേഷൻ. അപ്പൊ രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തി ആധാർ ഒതന്റിക്കേഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അയാൾ ആധാർ ഒതന്റിക്കേഷൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് ഓപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന 7 ദിവസം 30 ദിവസമായിട്ട് മാറും. എന്തിനാണ് ഈ 7 30 ദിവസമായിട്ട് മാറുന്നത്? യെസ്, അതായത് ഇനി ഡിപ്പാർട്ട്മെന്റിന്റെ വക ഈ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ. അതിനാണ് ഈ പറയുന്ന കാലതാമസം 7:30 ആവുന്നത്. അപ്പൊ ആധാർ ഒതന്റിക്കേഷൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് 7 ദിവസം കൊണ്ട് തീരുമാനമായേനെ അല്ലെ. ആ പറയുന്ന 3 കാര്യങ്ങളും, രജിസ്ട്രേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീംഡ് അപ്രൂവൽ, അല്ലെങ്കിൽ ഫർദർ ഇൻഫർമേഷൻ ചോദിക്കുന്നതെല്ലാം 7 ദിവസം കൊണ്ട് സംഭവിക്കും. എന്നാൽ നിങ്ങളുടെ ആധാർ ഒതന്റിക്കേഷൻ ഫെയിൽ ആയാൽ 7:30 ആവും. 30 ആവാനുള്ള കാരണം സൈറ്റ് വെരിഫിക്കേഷൻ ആണ്. ഇനി 7:30 ആവാനായിട്ട് വീണ്ടും ഒരു കാരണമുണ്ട്. എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് അണ്ടർഗോൺ ആധാർ ഒതന്റിക്കേഷൻ is identified on the common portal based on data analysis and risk parameters for carrying out physical verification of place of business. അതായത് ചില എൻറ്റിറ്റീസ് അവർ ആധാർ ഒതന്റിക്കേഷൻ സക്സസ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? സക്സസ്ഫുൾ ആണ്, ഇനി 7 ദിവസം കൊണ്ടല്ലേ. പക്ഷേ ഈ ഒരു സിസ്റ്റം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കോമൺ പോർട്ടൽ ബേസ്ഡ് ഡേറ്റ അനാലിസിസ് ഓർ റിസ്ക് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് സിസ്റ്റം തന്നെ ചില രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തികളുടെ അയാൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം അനലൈസ് ചെയ്തിട്ട് സിസ്റ്റം തന്നെ കുറച്ച് ആൾക്കാരെ ഫ്ലാഗ് ചെയ്യും. എന്നിട്ട് പറയും, ഇവർ ആധാർ ഒതന്റിക്കേഷൻ ചെയ്തതാണ്, പക്ഷെ ചില സംശയങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ട് സൈറ്റ് വെരിഫിക്കേഷൻ ശേഷം രജിസ്ട്രേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവർക്കും 7:30 ആവും. പിന്നെ ആർക്കാണ്? പിന്നെ ഉള്ളത് മൂന്നാമത്തത്. അപ്പൊ നമ്മൾ 2 പേരെ കണ്ടല്ലേ. ഒന്ന് ആധാർ ഒതന്റിക്കേഷൻ ഫെയിൽ ആയി, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ ഒതന്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് പോലും കോമൺ പോർട്ടൽ സിസ്റ്റം ഐഡന്റിഫൈ എന്താ. മൂന്നാമത്തത് ദി പ്രോപ്പർ ഓഫീസർ, GST ഓഫീസർ, അദ്ദേഹത്തിന് തോന്നുവാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ശേഷം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും 7:30 ആവും. നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോഴേ മാർക്ക്ഡ് ഫോർ സൈറ്റ് വിസിറ്റ് എഴുതിയിട്ടുണ്ടാവും സിസ്റ്റത്തിൽ. അപ്പൊ അതിനർത്ഥം അവർ ഒന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതൊന്നും അമെന്റ്മെന്റ് അല്ല കേട്ടോ, ഇതൊക്കെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആണ്. എന്താണ് ഇവിടുത്തെ അമെന്റ്മെന്റ്? അമെന്റ്മെന്റ് ഒരു സിംഗിൾ ലൈനിൽ തീർക്കാം, പക്ഷെ ഞാൻ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. അമെന്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ദ രജിസ്ട്രേഷൻ ഷാൽ ബി ഗ്രാൻഡഡ് within 30 days of the submission of application after physical verification of place of business in the presence of the said person എന്നായിരുന്നു പ്രൊവിഷൻ. അതായത് ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ഫിസിക്കൽ പ്രസൻസിൽ വേണം സൈറ്റ് വെരിഫിക്കേഷൻ നടത്താൻ. അപ്പൊ അയാൾ സ്ഥലത്തില്ലെങ്കിൽ സൈറ്റ് വെരിഫിക്കേഷൻ നടക്കില്ല, അയാൾ വരണം. ഇത് അമെന്റ് ചെയ്തു. ഇത് അമെന്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇനി മുതൽ അയാളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വന്ന് സൈറ്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് പോയിക്കോളും. ഇത്രേ ഉള്ളൂ ചേഞ്ച്. അപ്പൊ ചേഞ്ച് 1 ലൈനിൽ തീരും, പക്ഷെ എങ്കിൽ പോലും ഞാൻ പ്രൊവിഷൻ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. Okay, so that's all. Now for the site verification by the department, the physical presence of the registered person is not required. This was the first amendment. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഒരു ഈസി ആയിട്ടുള്ള അമെന്റ്മെന്റ് ആയിരുന്നു അല്ലെ. ശരി, നമുക്കിനി അടുത്ത അമെന്റ്മെന്റിലേക്ക് പോവാം. അമെന്റ്മെന്റ് നമ്പർ 2. ദിസ് ഇസ് ഓൾസോ ആക്ച്വലി റിലേറ്റഡ് ടു ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഈ സെക്കൻഡ് പാര നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, വളരെ ഈസി ആട്ടോ, ശ്രദ്ധിക്കാം. Where the physical verification of the place of business of a person is required before the grant of registration. എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ പഠിച്ചത് രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരാളുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻസ്പെക്ട് ചെയ്യണം, ഫിസിക്കലി വെരിഫൈ ചെയ്യണം എന്ന് ഗവൺമെന്റ് തോന്നുകയാണെങ്കിൽ, ഇൻ ദ സർക്കംസ്റ്റൻസസ് സ്പെസിഫൈഡ് അബവ്, the proper officer shall get such verification of the place of business done, and the verification report along with other documents including photographs shall be uploaded in the prescribed form on the common portal at least 5 days
prior to the completion of time period specified in the said proviso. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. സൈറ്റ് വെരിഫിക്കേഷന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനമായി. അത് നേരത്തെ പറഞ്ഞ 3 കാരണങ്ങൾ കൊണ്ട് ഏത് വേണമെങ്കിലും ആവാം. സൈറ്റ് വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് വെരിഫിക്കേഷൻ ചെയ്യും. അത് നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം, അതായത് വെരിഫിക്കേഷൻ റിപ്പോർട്ട്, വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത്, ഇൻക്ലൂഡിംഗ് സൈറ്റ് വെരിഫിക്കേഷൻ സമയത്ത് എടുത്ത ഫോട്ടോഗ്രാഫ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാലതാമസം കഴിയുന്നതിന് മുമ്പ്, ഏതാണ് ആ കാലതാമസം? അപ്ലിക്കേഷൻ കൊടുത്തിട്ട് വിത്തിൻ 30 ഡേയ്സ് ഇതിന് തീരുമാനമാവണം. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അപ്ലിക്കേഷൻ കൊടുത്തിട്ട് വിത്തിൻ 30 ഡേയ്സ് കാര്യങ്ങൾ തീരുമാനമാവണം. ആ തീരുമാനമാകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ 30th ഡേ കഴിയുന്ന ദിവസം, അതിന്റെ 5 ദിവസം മുമ്പെങ്കിലും ഈ പറയുന്ന ഇൻഫർമേഷൻ പോർട്ടലിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലെന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കിയ പോയിന്റ്, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്. ക്ലിയർ? ഇനി നമുക്ക് ഈ പാരയിലേക്ക് വരാം. ഇനി ഈ പാര ഈസി ആയിട്ട് മനസ്സിലാവും. ഈ പാര എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷവും ദ ഡിപ്പാർട്ട്മെന്റ് ഹാസ് പവർ ടു കം ആൻഡ് ഇൻസ്പെക്ട് യുവർ പ്ലേസ് ഓഫ് ബിസിനസ്. അത് നോക്കാനുള്ള പവർ അവർക്കുണ്ട്. സൈറ്റ് വെരിഫിക്കേഷൻ രജിസ്ട്രേഷൻ ശേഷവും ചെയ്യാം. സോ where the proper officer is satisfied that the physical verification of the place of business of a person is required after the grant of registration കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, he may get such verification of the place of business done, and verification report along with other documents including photographs shall be uploaded in the prescribed form on the common portal within a period of 15 working days following the date of such verification. അപ്പോൾ ഇതും ഒരു ടൈം ലിമിറ്റ് ആണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അവർ പറയുന്നത് രജിസ്ട്രേഷന് ശേഷമാണ് സൈറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആ സൈറ്റ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം 15 ദിവസത്തിനകം അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം തന്നെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഈ അമെൻമെന്റ് ബേസിക്കലി ടൈം ലിമിറ്റിനെ പറ്റിയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻ പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ഒന്ന് ബെറ്റർ ആയിട്ട് ക്ലാരിഫൈ ചെയ്തു. അതായത് ഇപ്പൊ അത് പറയുന്നത് രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പുള്ള ഇൻസ്പെക്ഷൻ ഡോക്യുമെന്റ്സ് എപ്പോൾ ഫയൽ ചെയ്യണം, രജിസ്ട്രേഷന് ശേഷമുള്ള ഇൻസ്പെക്ഷൻ ഡോക്യുമെന്റ്സ് എപ്പം ഫയൽ ചെയ്യണം, ആ ടൈം ലിമിറ്റ് ആണ് ഈ അമെൻമെന്റിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കിക്കോളൂ. So let's continue. Now, amendment number 3. Okay, fine. അപ്പോൾ ഈ അമെൻമെന്റ് നമ്പർ 3 മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് റൂൾ 10A ഓർമ്മ വേണം. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് റൂൾ 10A is very important. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊവിഷൻ ആണ് റൂൾ 10A. എന്താണ് റൂൾ 10A? ബേസിക്കലി നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ആ പേഴ്സൺ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. കറണ്ട് അക്കൗണ്ടോ വാട്ട് എവർ ഇറ്റ് ഇസ് അത് കൊടുക്കണം. പക്ഷെ ദാറ്റ് മൈറ്റ് ബി എ സിറ്റുവേഷൻ വെയർ while applying for registration this person may not have a current account or a bank account, and ഈ വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി കറണ്ട് അക്കൗണ്ട് ഇല്ലാത്തത് മൂലം കറണ്ട് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോകാന്ന് വെച്ചോ, this bank might ask for his GST registration. ഇപ്പൊ ബുദ്ധിമുട്ട് മനസ്സിലായോ? GST registration എടുക്കാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. എന്നാൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ, ഒരു കറണ്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് വേറെ ട്രേഡ് ലൈസൻസോ മറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് GST രജിസ്ട്രേഷൻ ചോദിക്കാം. അപ്പൊ പെട്ടു, രണ്ടും കിട്ടാത്ത അവസ്ഥയില്ലേ? അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷനാണ് ഈ റൂൾ 10A. റൂൾ 10A പറഞ്ഞിരുന്നത് നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലാണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനകം ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ അറിയിക്കണം. അത് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല, പക്ഷെ അതില്ലാതെ തന്നെ ഗവൺമെന്റ് നമുക്ക് രജിസ്ട്രേഷൻ തരികയാണ്. അത് തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കണം. ഇതിനൊരു സമയപരിധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയപരിധിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അമെൻമെന്റിന് മുമ്പുള്ള ടൈം ലിമിറ്റ് ആണ്. ഇവിടുത്തെ അമെൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ലിമിറ്റ് ഗവൺമെന്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഡയറക്ട്ലി പുതിയ പ്രൊവിഷനിലേക്ക് പോവാണ്. നിങ്ങൾ ആ പഴയ പ്രൊവിഷൻ ഒന്ന് വായിച്ചു നോക്കൂ. പഴയ പ്രൊവിഷൻ വായിച്ചതിന് ശേഷം പുതിയ പ്രൊവിഷൻ വായിച്ചോളൂ. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പുതിയ പ്രൊവിഷനാണ്. കാരണം പഴയ പ്രൊവിഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. വായിച്ചു നോക്കൂ. വായിച്ചു നോക്കി. അവരെന്താ പറയുന്നത്?
The registered person is allowed to furnish the information with respect to details of bank account not later than 30 days from the date of grant of registration. അതായത് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തിട്ട് 30 ദിവസത്തിനകം കൊടുക്കണം. Or before furnishing the details of outward supplies of goods or service or both under section 37 in the form GSTR1 or using IFF. അതായത് GSTR1 IFF ഉപയോഗിച്ച് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ GSTR1 IFF ഇതെന്താണ്? അത് മനസ്സിലാക്കാൻ റിട്ടേൺസ് എന്ന ചാപ്റ്ററിലെ QRMP പോർഷൻ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. എങ്കിലേ ഈ IFF ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആൻഡ് ഐ ഹോപ്പ് യു ഓൾറെഡി നോ ദാറ്റ്സ് വെരി സിമിലർ ടു GSTR1 അല്ലെ. B2B ഇൻവോയ്സുകൾ നമ്മൾ ഒരു QRMP സ്കീമിലുള്ള വ്യക്തി ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് IFF. വാട്ട് എവർ ഇറ്റ്സ് സിമിലർ ടു GSTR1. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് 30 ദിവസത്തിനകമോ അല്ലെങ്കിൽ അയാൾ GSTR1 ഫയൽ ചെയ്യുന്ന ഡേറ്റിനകമോ വിച്ച് എവർ ഇഫ് ഏർലിയർ. പണ്ടത്തെ പ്രൊവിഷൻ എന്തായിരുന്നു? 45 ദിവസമോ അല്ലെങ്കിൽ അയാളുടെ 3B ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനകമോ വിച്ച് എവർ ഇസ് ഏർലിയർ. അത് സെക്ഷൻ 39 റിട്ടേൺസ് ആണല്ലോ. ഓക്കെ, അത് ഫയൽ ചെയ്യുന്നതിന്റെ മുമ്പോ വിച്ച് എവർ ഇസ് ഏർലിയർ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രൊവിഷൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പൊ പ്രൊവിഷൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ്? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തിട്ട് യു ഹാവ് 30 days. ഓർ GSTR1 അഥവാ IFF ചെയ്യുന്ന ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതാണ് പ്രൊവിഷൻ പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ് എന്ന് ക്ലിയർ ആക്കാനായിട്ട്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത് 1/5/2023 ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ 1st May 2023 രജിസ്ട്രേഷൻ കിട്ടി. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാതെയാണ് രജിസ്ട്രേഷൻ എടുത്തത്. അപ്പൊ നമ്മളതിന് സമയപരിധിക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. വാട്ട് ഇസ് എ ടൈം ലിമിറ്റ്? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം തന്നെ ഈ ഡേറ്റിനോട് 30 ദിവസം കൂട്ടാം. അപ്പോൾ 30 ദിവസം കൂട്ടുമ്പോൾ 31/5/2023 കിട്ടും. ഓർ നിങ്ങളുടെ ആദ്യത്തെ GSTR1 എന്ന് പറയുമ്പോൾ യു ഗോട്ട് ദ രജിസ്ട്രേഷൻ ദ മന്ത് ഓഫ് മെയ്. ഓക്കെ, വിച്ച് മീൻസ് മെയ് മാസത്തെ GSTR1 നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഡേറ്റ് എടുക്കേണ്ടത്. അത് നിങ്ങൾ ഫയൽ ചെയ്തത് 11/6/2023 വെച്ചോ. അത് കറക്റ്റ് ഡേറ്റ് അല്ലേ? 11/6. കാരണം the GSTR1 for the month of May should be filed within 11th of June. സബ്സിക്വന്റ് മന്ത് 11th പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിത്തിൻ ഡ്യൂ ഡേറ്റ് അല്ലെ? ഫൈൻ. അപ്പൊ ഈ രണ്ട് ഡേറ്റുകൾ എടുക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് 1/5, അതിനോട് 30 ദിവസം കൂട്ടി, അപ്പൊ 31/5. നിങ്ങൾ GSTR1 ഫയൽ ചെയ്ത ആക്ച്വൽ ഡേറ്റ് എടുക്കുക. എന്റെ എക്സാമ്പിളിൽ അയാൾ ഫയൽ ചെയ്തിരിക്കുന്നത് 11/6 വിച്ച് എവർ ഇസ് ഏർലിയർ എന്ന് പറയുമ്പോൾ 31/5. അപ്പൊ 31/5 you should actually submit the bank account details. അല്ല, രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത് 25/5 വിചാരിക്കാം. എക്സാമ്പിൾ. ഓക്കെ, ഞാൻ വീണ്ടും 30 days കൂട്ടി, അപ്പൊ എനിക്ക് 24/6 എന്ന് കിട്ടി, 24th of June. ഓർ ലെറ്റ്സ് സേ ഇയാൾ ആദ്യത്തെ GSTR1 ഫയൽ ചെയ്യുന്നത് 11/6 എന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പൊ വിച്ച് എവർ ഇസ് ഏർലിയർ ഏതായി? യെസ്, 11/6 ആയി. അതായത് എഫക്റ്റീവ്ലി GSTR1 ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഓൾറൈറ്റ്, ഫൈൻ. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ തരാം. ലെറ്റ്സ് സേ രജിസ്ട്രേഷൻ വാസ് റിസീവ്ഡ് ഓൺ 25/5. ഇയാൾക്ക് 30 days കൂട്ടുന്ന സമയത്ത് യെസ് അത് 24/6 ആണ്. എന്നാൽ ഇയാൾ GSTR1 ഫയൽ ചെയ്യുന്നത് 27/6 വെച്ചോ. കുറച്ച് ലേറ്റ് ആയി 27/6 ആയിട്ട് ഫയൽ ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് 24/6 കൊടുക്കണം. കാരണം വിച്ച് എവർ ഇസ് ഏർലിയർ അല്ലേ വരുന്നത്. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് ഈസി റെഫറൻസിന് വേണ്ടിയിട്ട് ഈ എക്സാമ്പിൾസ് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നോട്ട് ചെയ്തോ. ഡൺ. ഓക്കെ, ഇനി we are done with amendment number 3. Let's move on to amendment number 4. ഇപ്പൊ പഠിച്ച പ്രൊവിഷനുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രൊവിഷനാണ്. ഓക്കെ, സി നമ്മൾ പഠിക്കുന്ന ഒരു റൂളാണ് റൂൾ 21. ദിസ് ഇസ് റിലേറ്റഡ് ടു സെക്ഷൻ 29 കേട്ടോ. എന്താണ് സെക്ഷൻ 29? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് റൂൾ 21A പ്രൊവൈഡ്സ് സിസ്റ്റം ബേസ്ഡ് സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് രജിസ്റ്റേർഡ് പേഴ്സൺസ് who violate the prescribed conditions. ഗവൺമെന്റ് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഏതെങ്കിലും വയലേറ്റ് ചെയ്യുന്ന ഒരാളുടെ രജിസ്ട്രേഷൻ നമ്മൾ
സസ്പെൻഡ് ചെയ്യും. നമ്മൾ വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? അതിലെ ഒരു കണ്ടീഷൻ ഇത് നമ്മൾ ഓൾറെഡി പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. GSTR 1-ഉം GSTR 3B തമ്മിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും. അത് അമെൻമെന്റ് അല്ല, പഴയ പ്രൊവിഷനാണ്. ഇവിടേക്ക് ആഡ് ആയിരിക്കുന്നത് ഈ പോയിന്റ് ആണ്. There is a contravention of the provisions of Rule 10A by the registered person. എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ പഠിച്ചില്ല റൂൾ 10A. രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല, എന്നാൽ അത് കൊടുക്കാനായിട്ടൊരു കൃത്യ സമയം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്തിനകം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ യുവർ രജിസ്ട്രേഷൻ വിൽ ഗെറ്റ് സസ്പെൻഡഡ്. അപ്പൊ സസ്പെൻഷന്റെ കോൺസിക്വൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. യു ഷാൽ നോട്ട് ബി you will not be able to do any taxable supplies. You need not file returns. You won't be able to generate 3B, not e-way bill, not 3B. You won't be able to generate e-way bill. Then you won't be able to apply for refund. ഇങ്ങനെ കുറെ കോൺസിക്വൻസുകൾ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി വേറെ നമ്മൾ സസ്പെൻഷൻ കൂടെ പഠിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയുന്നു അമെൻമെന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വിൽ ബി സസ്പെൻഡഡ്. ഓക്കെ, ഫൈൻ. ഇനി അതിനൊപ്പം തന്നെ നമുക്ക് റിമാർക്സിലെ ലാസ്റ്റ് പാരയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. Where the registration has been suspended for the above reason. അതായത് ഈ റൂൾ 10A പ്രകാരം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാത്തതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിൽ തന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ക്യാൻസൽ ചെയ്യാം. ആ പീരീഡിനിടയിൽ തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ കൊടുക്കുകയാണ്, അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കും. വായിച്ചു നോക്കി ഈ പാരയൊന്ന്. ക്ലിയർ? ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, പ്രൊവിഷൻ മൊത്തത്തിലൊന്ന് വായിച്ചോളൂ, ആ ഏരിയ ഒന്ന് റിവൈസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ശരി. Let's move on to amendment number 5. Okay, so amendment number 5, basically we are discussing about section 30. And then section 30, revocation of cancellation of registration. Okay, so we know that if a person's registration is cancelled by the department, he will get one more chance to get his registration back. That is, he should apply for revocation of cancellation of registration. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ചാർട്ട് ഒന്ന് ബ്രീഫായിട്ട് സ്ക്രീനിൽ കാണിക്കാം, ശ്രദ്ധിക്കാം. ലെറ്റ്സ് സേ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു ആൻഡ് ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഓർഡർ നമ്മൾ അറിയിച്ചു, സർവീസ് ഓഫ് ക്യാൻസലേഷൻ ഓർഡർ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 90 days യു ക്യാൻ അപ്ലൈ ഫോർ റിവോക്കേഷൻ. യെസ്, അമെൻമെന്റിന് മുമ്പ് ഇതെന്തായിരുന്നു? ഇത് വിത്തിൻ 30 days ആയിരുന്നു. എന്നിട്ട് ആ 30 days നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് ഡിപ്പാർട്ട്മെന്റ്സ് പെർമിഷൻ ഒരു ഫർദർ 30 പോവാം, എഗെയിൻ വിത്ത് ഡിപ്പാർട്ട്മെന്റ്സ് പെർമിഷൻ എഗെയിൻ ഒരു ഫർദർ 30 പോവാം. ഇതായിരുന്നു അമെൻമെന്റിന് മുമ്പത്തെ അവസ്ഥ. അമെൻമെന്റിന് ശേഷം ഡയറക്ട്ലി നമുക്ക് 90 days ഉണ്ട് റിവോക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതാണ് അമെൻമെന്റ്. ഓക്കെ, ഫൈൻ. ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ എന്തായിരുന്നു? റിവോക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിട്ടേൺസ് ഒക്കെ എന്തെങ്കിലും ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യണം. അങ്ങനെ റിവോക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 30 days ഡിപ്പാർട്ട്മെന്റ് ഒന്നുകിൽ റിവോക്ക് ചെയ്ത് തരും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്കോസ് നോട്ടീസ് അയച്ചു തരും. ഷോക്കോസ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസം സമയമുണ്ട് മറുപടി പറയാനായിട്ട്. അത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 30 ദിവസത്തിനകമായിരിക്കും ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എഗെയിൻസ്റ്റ് ഉള്ള പ്രോപ്പർ തീരുമാനം എടുക്കുന്നത്. അത് എഗെയിൻസ്റ്റ് ആണോ ഫോർ ആണെന്ന് തീരുമാനം അനുസരിച്ചിരിക്കും. ഓക്കെ, അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കൂടുതൽ, കാരണം അവിടെ നിന്ന് അമെൻമെന്റ്സ് ഇല്ല. ഇനി അമെൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 90 days എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. On sufficient reasons being shown to be recorded in writing, it can be extended by commissioner or an authorized officer. അപ്പോൾ GST കമ്മീഷണർക്ക് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസർക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എത്ര കാലം? ഫോർ എ ഫർദർ പീരീഡ് നോട്ട് എക്സീഡിങ് 180 days. അപ്പോൾ ഈ 90 പ്ലസ് ഒരു അഡീഷണൽ 180 daysലും കൂടി ഇവർക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ ആദ്യം അമെൻമെന്റിന് മുമ്പ് എന്തായിരുന്നു? ഇനീഷ്യലി ഒരു 30, can be extended for 30, can be extended for further 30. അപ്പോൾ 30 + 30 + 30 മാക്സിമം 90 ആയിരുന്നു അമെൻമെന്റിന് മുമ്പ്. അമെൻമെന്റിന് ശേഷം നമുക്ക് ആദ്യം തന്നെ 90 days കിട്ടും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒരു ഫർദർ 180 days എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ യെസ്, സെഷൻ ഓൾറെഡി അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ആ ചാർട്ട് എഡിറ്റ് ചെയ്യാം. ഇനി ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ ചാർട്ട് ഫുൾ ആയിട്ട് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാം.
hope you're done with that. Now, let's move to the next amendment. Okay, amendment number 6, and this is the last amendment in this chapter. Okay, നമുക്ക് നോക്കാം. ശരി, നമ്മൾ ഈ അമെൻമെന്റ് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 24 ആണ്. എന്താണ് സെക്ഷൻ 24? കമ്പൽസറി രജിസ്ട്രേഷൻ. ആൻഡ് ഈ സെക്ഷൻ 24-ൽ നമ്മൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. സം കോൺസെപ്റ്റ് റിലേറ്റഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. അപ്പം ഞാൻ ആ കോൺസെപ്റ്റ്സ് ഒരു ചാർട്ടായിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്ത് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഞാൻ ആ ചാർട്ട് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഓൾറെഡി എൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ആ ചാർട്ട് ഈസിലി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണ്, അമെൻമെന്റ് സെഷൻ മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാർട്ട് ഒന്ന് റീകൺസൈൽ ചെയ്യുക. അതായത് ആ ചാർട്ടും നിങ്ങൾ പഠിച്ച പ്രൊവിഷൻസും തമ്മിലൊന്ന് റീകൺസൈൽ ചെയ്യുക, ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ചാർട്ട്. ശ്രദ്ധിക്കാം. when a supplier is supplying through e-commerce operator, if the supplier is covered under 9 subsection 5, it's not compulsory. Okay, I hope 9 subsection 5 അല്ലേ, supply of services to e-commerce operator where the tax to be paid to the government by the e-commerce operator. പഠിച്ചാണ് ഇതൊക്കെ. And in the other cases ഞാൻ ഗുഡ്സും സർവീസും ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. 9 subsection 9 subsection 5 applicable ആയിട്ടുള്ള കേസ് ആണെങ്കിൽ സപ്ലയർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ഓക്കെ, ആൻഡ് ദാറ്റ് റിക്വയർസ് ഫർദർ അനാലിസിസ്, ബട്ട് ദർ ഇസ് നോ അമെൻമെന്റ് ഓവർ ദർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ആൻഡ് ഇൻ ദ അതർ കേസസ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പോൾ ഗുഡ്സ് സപ്ലൈ എന്ന് പറഞ്ഞ കേസ് എന്താണ്? ഇപ്പോൾ ആമസോണിലൂടെയൊക്കെ അല്ലേ, ഈ ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയൊക്കെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് the registration might be compulsory under section 24. അപ്പോൾ ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും ഒക്കെ ഗുഡ്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് എന്നായിരുന്നു പ്രൊവിഷൻ. എന്നാൽ സർവീസസ് കൊടുക്കുന്ന ആൾക്കാർക്കോ അവർക്ക് ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ ആയിരുന്നു. അതായത് നമ്മൾ ഈ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയൊക്കെ സർവീസ് കൊടുക്കുന്ന സപ്ലൈസ് എന്ന് വെച്ചാൽ തിയേറ്റേഴ്സും മൾട്ടിപ്പിൾ സ്ക്രീൻസ് അല്ല. അപ്പൊ അവർക്കെല്ലാം ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ ആയിരുന്നു. അതായത് either 20 lakh or 10 lakh ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്റ്റേറ്റ്. അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോ, in the case of e-commerce operator 9(5) applicable ആയിട്ടുള്ള കേസ് ആണെങ്കിൽ e-commerce ഓപ്പറേറ്റർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അതർ കേസുകൾക്ക് അഗൈൻ കമ്പൽസറി ആണ്. ഓക്കെ, ഫൈൻ. ഇതായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള പ്രൊവിഷൻ. അപ്പോൾ അഗൈൻ ഞാൻ ബാക്കി ഇവിടെയുള്ള ഡിസ്കഷനിലേക്ക് ഒന്നും പോകുന്നില്ല, കാരണം ഇതിനകത്ത് ഈച്ച് ആൻഡ് എവരി പോയിന്റിൽ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടാവണം, ഡിസ്കസ് ചെയ്തതാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ പോയിന്റ് മാത്രമാണ്. അതായത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് അല്ലേ? യെസ്. എന്നാൽ ഇപ്പൊ ഗവൺമെന്റ് അവർക്ക് കുറച്ച് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. എന്ത് എക്സംഷൻ? രജിസ്ട്രേഷനിൽ നിന്ന് എക്സംഷൻ. അതായത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും, ഇഫ് certain conditions are satisfied, that person need not get registered. അപ്പൊ കമ്പൽസറി രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ സപ്ലയേഴ്സിന്. ഓക്കെ, ഫൈൻ. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നു സെക്ഷൻ 24 അപ്ലിക്കബിൾ ആണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് പറയുന്നു, അതിനിപ്പോൾ എക്സംഷൻ കിട്ടി. അപ്പൊ ഇതാണ് അമെൻമെന്റ് കേട്ടോ. എന്താണ് അമെൻമെന്റ്? ശ്രദ്ധിക്കാം. കുറച്ച് കണ്ടീഷൻസ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ശ്രദ്ധിക്കാം. അപ്പൊ ഈ കണ്ടീഷൻസ് നിങ്ങളുടെ ബുക്കിൽ ഇവിടെ ഓൾറെഡി ഞാൻ ഉദ്ദേശിക്കുന്ന അമെൻമെന്റ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നത് സെഷന് ശേഷം നോട്ട് ചെയ്യാം, പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ശ്രദ്ധിക്കാം. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ കറന്റ് ഇയർ ആൻഡ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ പ്രീവിയസ് ഇയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ആമസോണിലൂടെ ഗുഡ്സ് കൊടുക്കുന്ന ഇയാളുണ്ടല്ലോ, ഓക്കെ, ഇയാള് കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും അയാൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിന് താഴെയായിരിക്കണം. ത്രഷോൾഡ് ലിമിറ്റ് നമുക്കറിയാലോ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റേറ്റ്. 10 വരാം, 20 വരാം, 40 വരാം. അതിന് താഴെ ആയിരിക്കണം. 10 lakhs, 20 lakhs, 40 lakhs. ഓക്കെ, സെക്ഷൻ 22 റെഫർ ചെയ്യാം. ഇനി
അടുത്ത കണ്ടീഷൻ, he shall not make any interstate supply. എന്താ കാര്യം എന്ന് വെച്ചാലേ, നമുക്ക് ഓൾറെഡി അറിയാം ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ ഇയാള് ഇപ്പോ കേരളത്തിലുള്ളൊരു സപ്ലയർ ആണെന്ന് വെച്ചോ, അയാൾ ആമസോണിലൂടെ ഗുഡ്സ് കൊടുക്കുന്ന ഈ ആൾക്കാരെല്ലാവരും തന്നെ കേരളത്തിനകത്ത് കൺസംഷൻ നടക്കണം. അത് പ്ലേസ് ഓഫ് സപ്ലൈ കേരളത്തിനകത്തായിരിക്കണം, കേരളത്തിന് പുറത്തേക്ക് പോകരുത്. അങ്ങനെ പുറത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടേ ഉള്ളി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഗുഡ്സ് കൊടുക്കാമെന്ന് പറയുമ്പോഴും ഒരു കാര്യം കൂടെ ഗവൺമെന്റ് ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതൊക്കെ സ്വന്തം സ്റ്റേറ്റിലേക്ക് കൊടുക്കാവുള്ളൂ, പുറത്തേക്ക് കൊടുക്കരുത്. അപ്പൊ നമ്മൾ ചില സമയത്ത് ഈ ആമസോണിലൊക്കെ സാധനം വാങ്ങിയ സമയത്തെ നമ്മൾ നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും അങ്ങോട്ട് ഡെലിവറി ഇല്ല എന്ന് പറയും. ആ ക്രൈറ്റീരിയ വരണം. ഓക്കെ, ഇപ്പൊ ഈ പുള്ളി കൊച്ചിയിൽ നിന്ന് വാങ്ങുന്ന ആളാണ്. അപ്പൊ പുള്ളി കൊച്ചിയിലെ പിൻകോഡ് അടിച്ചപ്പോൾ ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരി ലെറ്റ്സ് അസ്യൂം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ്, ചെന്നൈയിൽ നിന്ന് വെച്ചോ. അപ്പൊ അവിടുത്തെ പിൻകോഡ് അടിക്കുമ്പോൾ ആമസോൺ പറയും സോറി ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കാരണം അയാൾക്ക് രജിസ്ട്രേഷൻ ഇല്ല, അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി എന്താണ് അടുത്ത കണ്ടീഷൻ? ഓക്കെ, ഷാൾ നോട്ട് സപ്ലൈ ത്രൂ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. എന്റെ എക്സാമ്പിൾ ഇപ്പൊ സപ്ലയർ നിൽക്കുന്നത് കേരളത്തിലല്ലേ, അയാൾക്ക് കേരളത്തിലും കർണാടകയിലും പ്രസൻസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, കേരളത്തിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ അൺരജിസ്റ്റേർഡ് ആയിട്ട് സപ്ലൈ ചെയ്യാണ്. അദ്ദേഹം ഇതേ പരിപാടി തന്നെ കർണാടകയിലും ചെയ്യാൻ പ്ലാൻ ചെയ്യാന്ന് വെച്ചോ, പറ്റില്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഒരു പാൻ വേണം. ഇനി അദ്ദേഹം ഈ സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ GST വെബ്സൈറ്റിലൂടെ അദ്ദേഹത്തിന്റെ പാനും പ്ലേസ് ഓഫ് ബിസിനസ്സും സ്റ്റേറ്റും വാലിഡേറ്റ് ചെയ്യണം. സിസ്റ്റത്തിൽ അതിന് പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു എൻറോൾമെന്റ് നമ്പർ കിട്ടും. ഇറ്റ്സ് നോട്ട് GST രജിസ്ട്രേഷൻ, ഇറ്റ്സ് എ സെപ്പറേറ്റ് എൻറോൾമെന്റ് നമ്പർ. ഈസ് നോട്ട് എ രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ ഈ എൻറോൾമെന്റ് നമ്പറിലൂടെയാണ് പുള്ളി ബേസിക്കലി സപ്ലൈ ചെയ്യുന്നത് ത്രൂ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ആൻഡ് ഒരു സ്റ്റേറ്റിൽ ഒരു എൻറോൾമെന്റ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, ഇനി സബ്സീക്വന്റ്ലി പുള്ളിയുടെ ടേൺ ഓവർ ഒക്കെ കൂടി അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഒക്കെ ചെയ്ത് പുള്ളി രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കൊടുത്ത എൻറോൾമെന്റ് വിൽ സീസ് ടു exist, which means it will be invalid. ഒന്ന് വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കുക. ഓൾറെഡി ഞാൻ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ അനലൈസ് ദിസ്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഈവൻ അനലൈസ് അതർ കേസ്, the chart that I gave, and you can note whichever one is comfortable for you. ഞാൻ അത് ഇവിടെ ഓപ്പൺ ആക്കിയാണ്. So with that, we are done with the amendments related to registration. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. Let's move on to the next chapter. So ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ അമെൻമെന്റ് അനലൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 10, ദാറ്റ് ഈസ് ടാക്സ് ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. ഇവിടെ ആദ്യത്തെ അമെൻമെന്റ് വരുന്നത് ഈ പെർട്ടിക്കുലർ പ്രൊവിഷൻ ആണ്. ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു. അപ്പോ ഇതെന്താണ് സംഭവം? ഇവിടെ സംസാരിക്കുന്നത് ഈ ഇൻവോയ്സിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഇൻവോയ്സിങ് എന്താണെന്നുള്ള കാര്യം ഐ ഹോപ്പ് യു ഹാവ് ഓൾറെഡി കവേർഡ് ഇറ്റ്. നമ്മൾ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് we are pushing the information to a government website, and from that website government will generate an e-invoice QR code, at the same time an invoice reference number. ഈ ഇൻവോയ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എൻറ്റിറ്റീസിന് ആ പറയുന്ന ഇൻവോയ്സ് റെഫറൻസ് നമ്പറും അതുപോലെ തന്നെ QR കോഡും വെച്ചാൽ മാത്രമേ ആ ഇൻവോയ്സ് ഒരു വാലിഡ് ഇൻവോയ്സ് ആവുള്ളൂ. നമുക്ക് ITC കിട്ടണമെങ്കിൽ പോലും, അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണ്, നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഞാൻ ഈ ഇൻവോയ്സിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ITC പോലും കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെയുള്ള അമെൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ? അമെൻമെന്റിന് മുമ്പ് പ്രൊവിഷൻ എങ്ങനെയായിരുന്നു? ഓൾ രജിസ്റ്റേർഡ് ബിസിനസ് with an aggregate turnover in any preceding financial year from 2017-18 onwards greater than rupees 10 crore. 10 കോടിക്ക് മുകളിൽ 2017-18 മുതൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അയാൾക്ക് ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആണ് എന്നായിരുന്നു പ്രൊവിഷൻ. അതിപ്പോൾ അമെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ലിമിറ്റ് 5 കോടി രൂപയാണ്. 10 കോടിയിൽ നിന്ന് 5 കോടിയിലേക്ക് താഴ്ന്നു. അപ്പൊ നമുക്കറിയാം ഈ പ്രൊവിഷൻ വന്ന സമയത്ത് 500 കോടി ആയിരുന്നു ലിമിറ്റ്. അത് പിന്നെ ഗവൺമെന്റ് 100 കോടിയാക്കി, 50 കോടിയാക്കി, 20 കോടിയാക്കി, 10 കോടിയാക്കി. ഇപ്പൊ ഇത് 5 കോടിയാണ്. അപ്പൊ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ, അതായത് റെഗുലർ ബാച്ച് ഒക്കെ അറ്റൻഡ് ചെയ്തവരോട് ഞാൻ എടുക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സാം ആകുമ്പോഴത്തേക്കും 5 ആക്കും എന്നുള്ളത്. അതിപ്പോ ആക്കി. ഓക്കെ, so this is amendment number 1. Let's move to next amendment. Amendment number 2. ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കറിയാം സെക്ഷൻ 51 എന്താണ്? TDS. ആൻഡ് സെക്ഷൻ 51 പ്രകാരം TDS ഡിഡക്ട് ചെയ്യേണ്ട എൻറ്റിറ്റീസ്, അതെല്ലാം തന്നെ ഗവൺമെന്റുമായി റിലേറ്റ് ചെയ്ത എൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, അത് നമുക്കറിയാം അല്ലെ? പക്ഷേ അവർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണെങ്കിൽ തന്നെയും രജിസ്റ്റേർഡ് പേഴ്സൺസിന് ബാധകമാകുന്ന പല പ്രൊവിഷൻസും അവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ GTയുടെ സർവീസ് എടുക്കുകയാണെങ്കിൽ, GTA സർവീസസ് വെൻ പ്രൊവൈഡഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സബിൾ ആണ്. എന്നാൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ സോളി രജിസ്റ്റേർഡ് ഫോർ ദി പർപ്പസ് ഓഫ് സെക്ഷൻ 51 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എക്സംപ്റ്റ് ആണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡഡ് ബൈ അതർ ദാൻ ബിസിനസ് എൻറ്റിറ്റി ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ RCM ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അവിടെയും സ്പെഷ്യൽ എടുത്ത് പറയുന്നുണ്ട്, എൻറ്റിറ്റി രജിസ്റ്റേർഡ് സോളി ഫോർ ദി പർപ്പസ് ഓഫ് സെക്ഷൻ 51 ആണെങ്കിൽ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഫോർവേഡ് ചാർജ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. GTA ഒന്ന് റെഫർ ചെയ്ത് നോക്കാം, സെക്യൂരിറ്റി സർവീസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഞാൻ ഡീറ്റെയിൽ ചാർട്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി ചോദ്യം എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? അപ്പൊ പൊതുവെ നമുക്കൊരു ഡൗട്ട് വന്നു, ആൻഡ് എൻറ്റിറ്റി രജിസ്റ്റേർഡ് സോളി ഫോർ ദി പർപ്പസ് ഓഫ് സെക്ഷൻ 51 എന്ന് പറയുമ്പോൾ അവർ രജിസ്റ്റേർഡ് ആണെങ്കിൽ തന്നെയും പലയിടങ്ങളിലും ആ രജിസ്റ്റേർഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫക്റ്റ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇനി ഡൗട്ട് വന്ന എവിടെയാണ്? നമുക്കറിയാം ഈ ഇൻവോയ്സിങ് B2Bക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. B2B ഇൻവോയ്സസ് അല്ലെ, എ രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊവൈഡിങ് സപ്ലൈങ് എ ഗുഡ് ഓർ സർവീസ് ടു അനദർ രജിസ്റ്റേർഡ് പേഴ്സൺ. B2Bക്ക് മാത്രമാണ് സെക്ഷൻ 31 കീഴിൽ വരുന്ന ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ ഡൗട്ട് വന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ എന്തെങ്കിലും ഗുഡോ സർവീസോ കൊടുക്കുന്നത് ഒരു 51 സെക്ഷന് വേണ്ടി രജിസ്ട്രേഷൻ എടുത്തുള്ള എൻറ്റിറ്റിക്കാന്ന് വെച്ചോ, അതായത് സോളി ഫോർ ദി പർപ്പസ് ഓഫ് സെക്ഷൻ 51 TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള എൻറ്റിറ്റിക്കാണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഡൗട്ടായി, ഇത് B2B ആണോ? അതായത് ഇമാജിൻ ഈ രജിസ്റ്റേർഡ് പേഴ്സന്റെ ടേൺ ഓവർ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയർ ഫ്രം 2017-18 ഓൺവേർഡ്സ് 5 കോടി ക്രോസ് ചെയ്തെന്ന് വിചാരിക്കാം. 5 കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രജിസ്റ്റേർഡ് പേഴ്സണ് ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ അല്ലേ? അതെ, പക്ഷെ B2Bക്ക് മാത്രം മതിയല്ലോ. അപ്പോ ഈ 51 വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുത്ത എൻറ്റിറ്റിക്ക് സർവീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗുഡ് കൊടുക്കുമ്പോൾ അത് B2B ആയിട്ട് ട്രീറ്റ് ചെയ്യണമോ എന്നായിരുന്നു ഡൗട്ട്. ഗവൺമെന്റ് പറഞ്ഞു, സി സെക്ഷൻ 24 പ്രകാരം if an entity is supposed to deduct TDS, they should get compulsory registration. So they are registered entities. They are registered entities. അപ്പോ രജിസ്റ്റേർഡ് പേഴ്സൺ സെക്ഷൻ 51 വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുത്ത എൻറ്റിറ്റിക്ക് ഗുഡോ സർവീസോ കൊടുത്താൽ തന്നെയും അതിനെ നമ്മൾ B2B എന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം. ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആണ്. ഇതാണ് സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഓക്കെ, ഇനി ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ചാപ്റ്റർ 13, പേയ്മെന്റ് ഓഫ് ടാക്സ്. ഓക്കെ, നമ്മൾ ഡീൽ ചെയ്യുന്നത് ബേസിക്കലി സെക്ഷൻ 49 and 50 ആണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇവിടുത്തെ അമെൻമെന്റ് ഇതാണ്. അമെൻമെന്റ് നിങ്ങൾ ആദ്യം എൻട്രി നമ്പർ 1 ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു. അപ്പോ ഈ 50 സബ്സെക്ഷൻ 3, സെക്ഷൻ 50 എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെന്റ് ഓഫ് GST അല്ലെ. GST ലേറ്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ വരുന്ന ഇൻട്രസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സെക്ഷൻ 50 ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ITC ഇൻകറക്ട്ലി യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ആ ITC തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരിക എന്നൊരു ഡീറ്റെയിൽ കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അപ്പൊ ആ കമ്പ്യൂട്ടേഷൻ അമെൻമെന്റിന്റെ പോർഷൻ അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, വെറുതെ ഒന്ന് കാണിക്കുകയാണ് ഞാൻ.
നമ്മൾ ITC അവൈൽ ചെയ്തു എന്നാൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻകറക്ട്ലി ITC അവൈൽ ചെയ്തു എന്നാൽ ആ ഇൻകറക്ട്ലി അവൈൽ ചെയ്ത ITC യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും അടക്കണ്ട. എന്നാൽ അവൈലും ചെയ്തു യൂട്ടിലൈസും ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കണം. അപ്പോ ഈ ഏത് എമൗണ്ടിന് മേലെ ഇൻട്രസ്റ്റ് അടക്കേണ്ടത്? ഓൺ എമൗണ്ട് യൂട്ടിലൈസ്ഡ് അല്ലെ, യൂട്ടിലൈസ് ചെയ്ത എമൗണ്ടിന് മേലെ ഇൻട്രസ്റ്റ് അടക്കേണ്ടത്. ഈ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിന്റെ ബാലൻസ് എപ്പോഴെങ്കിലും നമ്മൾ ആ തെറ്റായി ഉപയോഗിച്ച ITC എമൗണ്ടിന് താഴത്തേക്ക് ബാലൻസ് പോവുകയാണെങ്കിൽ ഉപയോഗിച്ചു എന്ന് പറയും. ഇതും അമെന്റ്മെന്റ് ടോപ്പിക് അല്ല, ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ളതാണ് സെക്ഷൻ 53. ഞാൻ ഒന്ന് ആ ഏരിയ വഴി പോകുന്നേ ഉള്ളൂ. ഇവിടെ വേറെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അമെന്റ്മെന്റിന്റെ ഏരിയ മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ITC ഇൻകറക്ട്ലി യൂട്ടിലൈസ് ചെയ്ത് എപ്പോഴാണോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ബാലൻസ് നമ്മൾ ഇൻകറക്ട്ലി അവൈൽ ചെയ്ത്, അല്ലെങ്കിൽ അവൈൽ ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല, അങ്ങനെ നമ്മൾ അവൈൽ ചെയ്ത് ITC ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഒക്കെ അവൈൽ ചെയ്യുന്ന വിചാരിക്കാം. ആ അവൈൽ ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ താഴത്തേക്ക് എപ്പോഴാണോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിന്റെ ബാലൻസ് പോകുന്നത് അപ്പോൾ ഉപയോഗിച്ചു. എന്നിട്ട് ആ ഉപയോഗിച്ച പോർഷൻ ഇൻട്രസ്റ്റ് അടക്കേണ്ടത്. അതിന് ഡേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചോദ്യം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്താണ്? ശ്രദ്ധിക്കാം. സി, നമ്മൾ ഇൻകറക്ട്ലി അവൈൽ ചെയ്ത ITC IGST എന്ന് വിചാരിക്കുക. ഇൻകറക്ട്ലി അവൈൽ ചെയ്ത ITC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IGST ആണ്. നമുക്കറിയാം IGST എന്ന ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കാനായിട്ട് നമുക്ക് IGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിക്കാം, CGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിക്കാം, SGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിക്കാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് തെറ്റായിട്ട് അവൈൽ ചെയ്ത ITC? IGST. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 49 പ്രകാരം in order to make the payment of the tax IGST to the government, you can utilize the ITC of IGST or CGST or SGST. ഇതിന്റെ ഓർഡർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അതെ. അപ്പൊ നമ്മളിവിടെ തെറ്റായിട്ട് അവൈൽ ചെയ്തതാണ് IGST ആണ് അല്ലെ? അപ്പൊ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ തെറ്റായിട്ട് അവൈൽ ചെയ്ത IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് us say ഒരു 50,000 റുപ്പീസ് ആണെന്ന് വെച്ചോ. നമ്മൾ ഈ 50,000 ഇപ്പൊ റിവേഴ്സ് ചെയ്യാൻ പോവാം. റിവേഴ്സ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കണം അല്ലെ? ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിന്റെ ബാലൻസ് എപ്പോഴെങ്കിലും 50,000 താഴെ പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാ. 50,000 താഴെ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഏത് ലെഡ്ജറിന്റെ ബാലൻസ്? നമ്മൾ പെട്ടെന്ന് പറയും IGSTയുടെ ബാലൻസ്. കാരണം IGST അല്ല ഇൻകറക്ട്ലി യൂട്ടിലൈസ് ചെയ്തേ. അതാണ് ഇപ്പൊ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിയാണ്, ഇൻകറക്ട്ലി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ITC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IGST ആണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ, എന്നാൽ IGST ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനായിട്ട് നമുക്ക് IGST, CGST, SGST ഏത് ടാക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാലോ. അതായത് ഏത് ITC വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് IGST, CGST, SGST ഇത് മൂന്നിന്റെയും ITC ബാലൻസ് നിങ്ങൾ കൂട്ടണം. അതായത് ലെഡ്ജറിലെ ബാലൻസ് കൂട്ടണം. എന്നിട്ട് ഇതിന്റെ ക്യുമുലേറ്റീവ് ബാലൻസ് എപ്പോഴെങ്കിലും 50,000 താഴെ പോയാലാണ് IGST ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ക്യാച്ച് മനസ്സിലായോ? അപ്പൊ ഇൻകറക്ട്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ITC IGST ആണെങ്കിൽ, ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇൻകറക്ട്ലി ക്ലെയിം ചെയ്തിട്ടുള്ള അവൈൽ ചെയ്തിട്ടുള്ള ITC IGST ആണെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ഇൻകറക്ട്ലി അവൈൽ ചെയ്തിട്ടുള്ള ITC IGST ആണ്. അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അവൈൽ ചെയ്ത ഈ എമൗണ്ടിന്റെ താഴത്തേക്ക് ക്രെഡിറ്റ് ലെഡ്ജറിന്റെ ബാലൻസ് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു സീ ഓർ യു ഹാവ് ടു ആഡ് balance of credit in IGST, CGST and SGST because any of these three credits can be utilized for the payment of IGST. അത്രയേ ഉള്ളൂ സർക്കുലർ. ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ ക്ലിയർ അല്ലേ? ഡൺ. അപ്പൊ നമുക്കൊരു ഡൗട്ട് വന്നേ. നമ്മൾ പറഞ്ഞല്ലോ CGSTയുടെയും SGSTയുടെയും ഒക്കെ IGSTയുടെ ഒക്കെ കൂട്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ടാക്സ് അടയ്ക്കാൻ ഏതൊക്കെ ITC ഉപയോഗിക്കാവോ അതിന്റെ ക്യുമുലേറ്റീവ് ബാലൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഡൗട്ടേ, ഈ GST കോമ്പൻസേഷൻ സെസ് എന്നൊരു സാധനം ഉണ്ടല്ലോ, GST കോമ്പൻസേഷൻ സെസ്.
അപ്പൊ ഈ കോമ്പൻസേഷൻ സെസ്സിന്റെ ബാലൻസ് ഇതിനെ കൺസിഡർ ചെയ്യണോ? കാരണം കോമ്പൻസേഷൻ സെസ്സിനും ITC ബാലൻസ് ഉണ്ടാവും. അത് ഇതിനെ കൺസിഡർ ചെയ്യണോ? അതിന്റെ ആൻസർ ഈസ് നോ. കാരണം GST കോമ്പൻസേഷൻ സെസ്സിന്റെ ITC ഉപയോഗിച്ചിട്ട് GST കോമ്പൻസേഷൻ സെസ് മാത്രം അടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലെഡ്ജറിന്റെ ബാലൻസ് അല്ലെങ്കിൽ ഈ ITC യൂട്ടിലൈസ് ചെയ്തെന്ന് അറിയാനായിട്ട് നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ കോമ്പൻസേഷൻ സെസ്സിന്റെ ITC ചെക്ക് ചെയ്യേണ്ട. ഇതാണ് സർക്കിൾ നമ്പർ 2. വായിച്ചു നോക്കിയേ. Done? Fine. With that, we are done with the amendment of payment of tax. Okay, fine. Let's move to next chapter. That is TDS and TCS. ഇവിടെ ബേസിക്കലി 2 സെക്ഷൻ ആണുള്ളത്. സെക്ഷൻ 51 ഉം 52. 51 for TDS, 52 for TCS. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അമെന്റ്മെന്റ് ഒന്ന് നോക്കാം. ബേസിക്കലി ഒരു അമെന്റ്മെന്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ആ അമെന്റ്മെന്റ് ചെക്ക് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൽ അമെന്റ്മെന്റ്സ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനും ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഗുഡ്സ് കൊടുക്കാന്നൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇക്കോയിലൂടെ ഇപ്പുറത്തെ കസ്റ്റമേഴ്സിന് ഗുഡ്സ് കൊടുക്കാന്നുള്ള പ്രശ്നം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററെ GSTR 8 ഫയൽ ചെയ്യുമല്ലോ. അത് നമ്മൾ ഓൾറെഡി 52 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, GSTR 8 ഫയൽ ചെയ്യും. ആ GSTR 8 ഫയൽ ചെയ്യുന്നതിലൂടെയാണ് TCSന്റെ ഇൻഫോർമേഷൻ ഈ പറയുന്ന സപ്ലയറുടെ കയ്യിലേക്ക് കിട്ടുക. പക്ഷെ ഈ കേസിൽ സപ്ലയർ അൺരജിസ്റ്റേർഡ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? അതായത് TCS ഇൻഫോർമേഷൻ ആരുടെ കയ്യിലേക്ക് കിട്ടുന്നത്? രജിസ്റ്റേർഡ് സപ്ലൈസിലേക്കാണ് കിട്ടുന്നത്. അൺരജിസ്റ്റേർഡ് സപ്ലയർക്ക് TCS എന്ന് പറഞ്ഞൊരു പ്രൊവിഷനെ പറ്റി അപ്ലിക്കബിലിറ്റിയേ വരുന്നില്ലല്ലോ. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ആ ഇൻഫോർമേഷൻ ഇയാൾ അറിയിക്കേണ്ട ആവശ്യം ഇല്ല. ഇയാൾ അറിയിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ബിക്കോസ് സപ്ലയർ ഇസ് അൺരജിസ്റ്റേർഡ്. രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമല്ലേ അങ്ങോട്ട് TCS പിടിച്ച് അടക്കുകയും അയാൾക്ക് അതിന്റെ ക്യാഷ് ഇതിലേക്ക് കിട്ടുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇത് അറിയിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയറെ മാത്രം അറിയിച്ചാൽ മതി എന്നാണ് ഈ പ്രൊവിഷൻ. വായിച്ചു നോക്കൂ. അതിന്റെ റിമാർക്സിൽ ഞാൻ ഈ ബാക്കി കഥയും പറഞ്ഞിട്ടുണ്ട്. Done. Now let's move on to chapter 15. That's basically returns. ഇവിടെ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് സെക്ഷൻ 37 മുതൽ സെക്ഷൻ 48 വരെയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് അമെന്റ്മെന്റ് ചെക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ ആദ്യം. വായിച്ചു. സി, additional cases prescribed wherein a registered person is debarred from furnishing details of outward supplies in form GSTR 1 or IFF. Okay. അപ്പോൾ ഈ പ്രൊവിഷൻ എന്താണ്? നമ്മൾ GSTR 1 ഒക്കെ പഠിക്കുന്ന സമയത്ത് അനലൈസ് ചെയ്തൊരു പോർഷനാണ്. ചില ആൾക്കാർക്ക് ചില ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് GSTR 1 IFF ഉപയോഗിച്ചിട്ട് ഔട്ട്വേർഡ് സപ്ലൈസ് ഫർണിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആരൊക്കെയായിരുന്നു? ബേസിക്കലി അവിടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു എൻറ്റിറ്റി, ആ എൻറ്റിറ്റിയുടെ പ്രീവിയസ് മന്തില് 3B ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, ഇനിയല്ല ഒരു QRMP സ്കീമിൽ നിൽക്കുന്ന സപ്ലയർ ആണെങ്കിൽ തൊട്ട് മുന്നത്തെ ടാക്സ് പീരീഡിന് 3B ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ ഫൈൻ. മൂന്നാമത്തെ ആരായിരുന്നു? റൂൾ 88C വയലേറ്റ് ചെയ്ത ഒരാള്. എന്തായിരുന്നു 88C? GSTR 1 കൂടുതൽ എമൗണ്ട് കാണിക്കുകയും 3Bയിൽ കുറച്ച് എമൗണ്ട് കാണിക്കുകയും ചെയ്യാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് പോകും. ആ നോട്ടീസ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം 7 ദിവസത്തിനകം അതിന് മറുപടി പറയണം എന്നൊക്കെ ഒരു പ്രൊവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ മറുപടി പറയാ, അല്ലെങ്കിൽ ആ ഡിഫറൻസ് ടാക്സ് അടയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പിന്നീട് ഇവിടെ പഠിക്കുന്നത്. അതായത് ഒരാളുടെ GSTR 1 ഉം 3Bയും തമ്മിൽ മിസ്മാച്ച് വരികയും ആ മിസ്മാച്ച് വന്നത് പ്രകാരം ഗവൺമെന്റിൽ നിന്ന് റൂൾ 88C പ്രകാരം നോട്ടീസ് കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അതിന് 7 ദിവസത്തിനകം മറുപടി പറയുകയോ 7 ദിവസം കൊണ്ട് ടാക്സ് അടയ്ക്കുകയോ ചെയ്യണം.
അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ GSTR1 അല്ലെങ്കിൽ IFF ഫർണിഷ് ചെയ്യാൻ പറ്റില്ല. ഇത് അമെൻമെന്റ് അല്ല, ഓൾറെഡി പറഞ്ഞതാ. അപ്പൊ ഈ 3 ആൾക്കാർക്കാണ് GSTR1 അല്ലെങ്കിൽ IFF ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് 2 ആൾക്കാരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇയും എഫും. നമുക്ക് ഇത് ആരൊക്കെയാണ്? ഈ എന്താണെന്നറിയോ? ഈ 88C കഴിഞ്ഞ ഉടനെ തന്നെ 88D എന്നൊരു അമെൻമെന്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. നമ്മൾ കുറച്ച് അമെൻമെന്റ് സെഷനിൽ കണ്ടു. എന്താണ് 88D? ഒരാളുടെ GSTR2Bയും അതുപോലെ തന്നെ അയാൾ അവൈൽ ചെയ്യുന്ന ITC ഉണ്ടല്ലോ, അത് തമ്മിൽ മിസ്മാച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ, GSTR2Bയും ITC തമ്മിൽ മിസ്മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു നോട്ടീസ് പോകുമെന്നും, അങ്ങനെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആ നോട്ടീസിന് അയാൾ 7 ദിവസത്തിനകം മറുപടി പറയുകയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുകയോ ചെയ്യണമെന്നും, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അഗെയിൻസ്റ്റ് 73-74 ഇനിഷ്യേറ്റ് ചെയ്യും എന്ന കാര്യം. അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഈ അമെൻമെന്റ് 1 എടുക്കണമെങ്കിലേ, ഓക്കെ, ഞാൻ ആദ്യം അമെൻമെന്റ് 2 പഠിപ്പിക്കണം. ഞാൻ അമെൻമെന്റ് 2 ആണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. സോറി കേട്ടോ. നമുക്ക് അമെൻമെന്റ് 2 പഠിച്ചതിന് ശേഷം അമെൻമെന്റ് 1ലേക്ക് പോകാം. അതായത് ഞാൻ ഈ പ്രൊവിഷൻ പറയുന്നത് ഈ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ സെക്കൻഡ് അമെൻമെന്റ് ഒന്ന് നോക്കണം. അപ്പൊ നിങ്ങളിപ്പോൾ അമെൻമെന്റ് 1നെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പോസ് ചെയ്യൂ. നമുക്ക് അമെൻമെന്റ് 2 പഠിച്ചിട്ട് 1ലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഫൈൻ. ഞാൻ അമെൻമെന്റ് 2 ഒന്ന് എടുക്കാം, ശ്രദ്ധിക്കാം. ഞാൻ അമെൻമെന്റ് 2 ആണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. സി, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ റൂൾ 88C എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. 88C എന്തായിരുന്നു? 88C ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. 88C എന്താണ്? ഒരു സപ്ലയറുടെ GSTR1 ഫയൽ ചെയ്തപ്പോൾ കാണിച്ച എമൗണ്ടിനേക്കാൾ വളരെ കുറവാണ് 3Bയിൽ കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് പോകും. ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏകദേശം ഒരു 7 ദിവസം സമയമുണ്ട്. ഒന്നില്ലെങ്കിൽ അതിന് മറുപടി പറയുക, അല്ലെങ്കിൽ ആ ടാക്സ് ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുക. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് രണ്ടും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്ഷൻ 79 ഇനീഷ്യേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, റിക്കവറി പ്രൊസീഡിങ്സ്. ഇതാണ് റൂൾ 88C. അതുപോലെ തന്നെ ഇപ്പൊ മുന്നോട്ട് വരുന്ന ഒരു പുതിയ പ്രൊവിഷനാണ് റൂൾ 88D. എന്താണ് 88D? വളരെ സിമ്പിൾ ആണ്. സപ്ലയർ GSTR1 ഫയൽ ചെയ്ത് കഴിയുമ്പോൾ റെസിപ്പിന്റിന് 2Bയിൽ ഇന്റിമേഷൻ കിട്ടും. 2A 2Bയിൽ കിട്ടും. അതിനകത്ത് 2B ആണ് നമ്മൾ ITCക്ക് വേണ്ടി എടുക്കുക അല്ലെ. അതിൽ പ്രകാരമായിരിക്കണം അയാളുടെ 3B ഫയൽ ചെയ്യുമ്പോൾ ITC ക്ലെയിം ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. നൗ വാട്ട് ഹാപ്പൻ ഹിയർ വാസ്, നമുക്കൊരു സപ്ലയർ ഉണ്ട്. ആ സപ്ലയർ GSTR1 ഫയൽ ചെയ്തു, നമ്മുടെ 2Bയിലൊക്കെ വന്നു. അങ്ങനെ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. പക്ഷേ നമ്മൾ ITC ആയിട്ട് എടുത്ത എമൗണ്ട് 5 ലക്ഷം രൂപയെന്ന് വെച്ചോ. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് തോന്നുന്നു വെച്ചോ. അതായത് സപ്ലൈയുടെ GSTR1 വന്നിരിക്കുന്ന ITC നമ്മൾ ക്ലെയിം ചെയ്ത ITC മിസ്മാച്ച് വരെ നമ്മൾ ക്ലെയിം ചെയ്ത് കൂടിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നമുക്കൊരു നോട്ടീസ് അയക്കും. ആ നോട്ടീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനായിട്ട് നമുക്ക് 7 ദിവസമുണ്ട്. ആ 7 ദിവസം കൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ എമൗണ്ട് ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കാം. തെറ്റായിട്ട് എടുത്ത ITC ഗവൺമെന്റിന് തിരിച്ചടയ്ക്കാം, എല്ലാം വിത്ത് ഇൻട്രസ്റ്റോ തിരിച്ചടയ്ക്കാം. ആ 7 ദിവസം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്ഷൻ 73-74 ഇനിഷ്യേറ്റ് ചെയ്യും. അത് നമുക്ക് ഫൈനൽ ലെവൽ ടോപ്പിക് ആണ്. ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന ചാപ്റ്റർ നമുക്ക് ഫൈനലിൽ പഠിക്കാം. 73-74 നോട്ടീസ് വന്നിട്ട് പിന്നീട് സബ്സിക്വന്റ് റിക്കവറിയിലേക്ക് പോകുന്ന സംഭവമാണ്, നമുക്ക് ഫൈനലിൽ പഠിക്കാം. ഇതാണ് 88Dയിലെ അമെൻമെന്റ്. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ് റൂൾ 88Cയും 88Dയും തമ്മിൽ വ്യത്യാസം? 88Cയിൽ സംഭവിക്കുന്നത് GSTR1ഉം 3Bയും തമ്മിൽ മിസ്മാച്ച്. ഞാൻ ഫയൽ ചെയ്ത GSTR1ഉം ഞാൻ ഫയൽ ചെയ്ത 3Bയും തമ്മിൽ മിസ്മാച്ച് വരുമ്പോഴാണ് റൂൾ 88C. അവിടെ നിന്ന് നോട്ടീസ് വരും, ഞാൻ 7 ദിവസം കൊണ്ട് മറുപടി പറയണം. 88D എന്താണ്? ഞാൻ അവൈൽ ചെയ്തിരിക്കുന്ന ITCയും എന്റെ സപ്ലയർ ഫയൽ ചെയ്ത GSTR1ലും എമൗണ്ടും തമ്മിൽ മിസ്മാച്ച് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോട്ടീസ് വരും, എനിക്ക് മറുപടി പറയാൻ 7 ദിവസമുണ്ട്. ഇതാണ് 88Cയും Dയും തമ്മിലുള്ള വ്യത്യാസം. D ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കി. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് കോൺസിക്വൻസ് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. 73-74 ദാറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർ ലെവൽ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫൈനൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഡിമാൻഡ് ആൻഡ് റിക്കവറി.
യെസ്. ഓക്കെ, ഫൈൻ. ഇനി അപ്പൊ നമുക്ക് 88D ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റിലേക്ക് തിരിച്ചു വരാം. ശരിക്കും അമെന്റ്മെന്റിന്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ആയതാ. ആദ്യം 88D പഠിച്ചാൽ ഇത് വരാൻ പറ്റും. ശരിക്കും അതായിരുന്നു അമെന്റ്മെന്റ് നമ്പർ 1 എന്ന് വേണ്ടത്. കുഴപ്പമില്ല, ഒരു നമ്പർ അങ്ങോട്ട് മാറിയെന്നല്ലേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇവ ഡൺ വിത്ത് 88D. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അമെന്റ്മെന്റിൽ? അമെന്റ്മെന്റ് നമ്പർ 1, certain suppliersന് GSTR 1-ലൂടെയോ IFF-ലൂടെയോ ഔട്ട്വേർഡ് സപ്ലയർ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാൻ സാധിക്കില്ല. അമെന്റ്മെന്റിന് മുമ്പ് 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു എൻറ്റിറ്റി അവരുടെ തൊട്ട് മുന്നത്തെ മാസത്തെ 3B ഫയൽ ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ QRMP സ്കീമിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എൻറ്റിറ്റി തൊട്ട് മുമ്പത്തെ ടാക്സ് പീരീഡിലെ 3B ഫയൽ ചെയ്യാതിരിക്കുകയോ, മൂന്നാമത് 88C വയലേറ്റ് ചെയ്ത ആള്, അതായത് GSTR 1-ഉം 3Bയും തമ്മിൽ മിസ്മാച്ച് വരികയും ആ മിസ്മാച്ച് വന്നിട്ട് ഗവൺമെന്റിന് നോട്ടീസ് വരികയും ആ നോട്ടീസിന് 7 ദിവസം കഴിഞ്ഞിട്ടും മറുപടി പറയാതിരിക്കുകയോ എന്താ പറയുക ടാക്സ് അടയ്ക്കുകയോ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ മറുപടി സാറ്റിസ്ഫാക്ടറി അല്ല, വാട്ട് എവർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ GSTR 1 അല്ലെങ്കിൽ IFF ഫർണിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അമെന്റ്മെന്റിലൂടെ 2 ആൾക്കാർ ആഡ് ആയി. അടുത്ത ആരാന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ പഠിച്ച 88D. അതായത് ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അയാളുടെ സപ്ലയർ ഫയൽ ചെയ്തിട്ടുള്ള GSTR 1-ൽ നിന്നും മിസ്മാച്ച് വരുന്ന രീതിയിൽ അദ്ദേഹം 3Bയിൽ ITC ക്ലെയിം ചെയ്തു. അപ്പൊ ബേസിക്കലി എന്താ, 2A 2Bയും നമ്മുടെ ക്ലെയിം ചെയ്ത് 3B തമ്മിൽ മിസ്മാച്ച് വരികയാണ്. അങ്ങനെ മിസ്മാച്ച് വന്ന് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു നോട്ടീസ് പോകും. ആ നോട്ടീസിന് 7 ദിവസം കൊണ്ട് മറുപടി പറയണം. അങ്ങനെ നോട്ടീസിന് 7 ദിവസം കൊണ്ട് മറുപടി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നില്ല 7 ദിവസം കൊണ്ട്, മറുപടി സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്കും GSTR 1 അല്ലെങ്കിൽ IFF ഫർണിഷ് ചെയ്യാൻ സാധിക്കില്ല. ഡൺ. ഇനി F, അതായത് ഇവിടെ ഇത് സാധ്യമല്ലാത്ത 5-മത്തെ ആൾ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ABCDEF അല്ലെ, അങ്ങനെ F എന്ന് പറഞ്ഞ 5-മത്തെ ആളാവുന്നതെന്ന് അല്ലെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AB കഴിഞ്ഞിട്ട് C ഉണ്ടല്ലോ, പണ്ടേ അമെന്റ് ചെയ്തിട്ട് അവർ റിവോക്ക് ചെയ്തതാ. ഓക്കെ, അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കുന്നില്ല. അത് പണ്ടേ അമെന്റ്മെന്റിൽ പോയതാ, C പണ്ടേ പോയതാ. അപ്പൊ ABC ഇല്ല, DEF, അങ്ങനെയാണ് 5 പേരും, 5 എൻറ്റിറ്റീസ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ആളാരാണ്? A registered person shall not be allowed to furnish GSTR 1 or IFF if he has not furnished the details of bank accounts as per rule 10A. അപ്പൊ 10A പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രൊവിഷൻ ആണ്. അതിന്റെ അമെന്റ്മെന്റ് നമ്മൾ കുറച്ച് മുന്നേ രജിസ്ട്രേഷൻ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലെ. എന്തായിരുന്നു അത്? ഒരു എൻറ്റിറ്റി രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയാളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് എടുത്താൽ മതി. ആ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ ഒരു നിശ്ചിത സമയത്തിനകം ഗവൺമെന്റിനെ അറിയിക്കണം. ആ നിശ്ചിത സമയത്തിന് അമെന്റ്മെന്റ് ഉണ്ടായിരുന്നല്ലേ? യെസ്, നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി ചോദ്യം, അങ്ങനെ അറിയിച്ചില്ലെങ്കിലോ? അറിയിച്ചില്ലെങ്കിൽ അയാൾക്ക് വരുന്ന കോൺസിക്വൻസ് ആണ് അയാൾക്ക് GSTR 1 അഥവാ അല്ലെങ്കിൽ ത്രൂ IFF ഫർണിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫൈൻ. യെസ്. സോ ഈ 5 ആൾക്കാർ ഇതൊരു ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് ആണ്. ഓർത്തിരിക്കുക, എക്സാമിന് തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ 5 പേർക്ക് GSTR 1 അല്ലെങ്കിൽ IFF ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ അമെന്റ്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ നമ്മൾ ഇതിനു മുമ്പത്തെ സെഷനുകളിൽ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തു അമെന്റ്മെന്റ്സ്. പക്ഷെ എന്നാൽ സർട്ടൻ അമെന്റ്മെന്റ്സ് നമ്മൾ അതാത് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ PDF ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ആ അമെന്റ്മെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമെന്റ്മെന്റ്സ് ആക്ച്വലി നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് അമെന്റ്മെന്റ് അല്ല. നമ്മുടെ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയലിൽ നമ്മുടെ പോർഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം, ടെസ്റ്റ് നോളജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവർ കുറച്ച് ചേഞ്ചുകൾ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ആ ചേഞ്ചുകൾ സബ്സീക്വന്റ്ലി നോട്ടിഫൈ ചെയ്താൽ മാത്രമേ അപ്ലിക്കബിൾ ആവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റിൽ അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മിസ്സായിട്ടുണ്ടായിരുന്ന കുറച്ച് അമെന്റ്മെന്റ്സ് നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് എ വെരി ഷോർട്ട് വീഡിയോ. ആ മിസ്സായിട്ടുള്ള പോർഷൻസ് മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതില് നമുക്ക് ആദ്യം സംസാരിക്കാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന ചാപ്റ്റർ ആണ്. അവിടെ നമ്മൾ ഓൾറെഡി 2 അമെന്റ്മെന്റ് ഡിസ്കസ് ചെയ്തു. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ തേർഡ് അമെന്റ്മെന്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് റിലേറ്റഡ് ടു സെക്ഷൻ 12 സബ്സെക്ഷൻ 8. എന്താണ് 12 സബ്സെക്ഷൻ 8? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് മെയിൽ ഓർ കൊറിയർ വെൻ ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ അമെന്റ്മെന്റ് നമ്പർ 3 എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഹെഡിങ് നമുക്ക് മനസ്സിലായി കാണും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ മെയിൽ ഓർ കൊറിയർ അല്ലെ.
അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻ എന്തായിരുന്നു? നമ്മൾ ആക്ച്വലി ഒരു ചാർട്ട് വെച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ട് ആദ്യം കാണാം, പഴയ പ്രൊവിഷൻ ചാർട്ട് കാണാം. ഇതായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ മെയിൽ ഓർ കൊറിയർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ് നോക്കണം, അല്ലെ? അത് ഇൻസൈഡ് ഇന്ത്യ ആവാം, ഔട്ട്സൈഡ് ഇന്ത്യ ആവാം. ഇൻസൈഡ് ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി we have to see whether the recipient is registered or not. Recipient registered ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് recipient, unregistered ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഗുഡ്സ് ഹാൻഡ് ഓവർ ദി ലൊക്കേഷൻ. ഇനി ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ ഇന്ത്യയുടെ പുറത്താണ് എന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ദെൻ ഇറ്റ് വാസ് ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ്. ഇതായിരുന്നു പ്രൊവിഷൻ, അല്ലേ? നമ്മൾ ഇതിന്റെ അമെൻമെന്റ് എന്താണ്? അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊവിഷനിൽ ഇനി ഇതിന് പ്രസക്തിയില്ല. ഈ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞ പരിപാടിക്ക് കോൺസെപ്റ്റിന് യാതൊരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ് ഒന്നും നോക്കണ്ട. വി ക്യാൻ ഡയറക്ട്ലി ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ പ്രൊവിഷൻ. ഇത്ര മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ അമെൻമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടെ സ്ട്രൈക്ക് ചെയ്യണം. നമ്മുടെ ഈ ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് കംപ്ലീറ്റ്ലി ഇറലവന്റ് ആണ്, മൈൻഡ് ചെയ്യേ വേണ്ട. യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് ഏരിയ. ഇതാണ് ഇപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ. അതായത് റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്, അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാണോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്തത് ആ ലൊക്കേഷൻ. അപ്പൊ ലെറ്റ്സ് ടേക്ക് എ ഫ്യൂ എക്സാമ്പിൾസ് ഒന്ന് ഇത് ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ. ലെറ്റ് us say ഇപ്പൊ നമ്മുടെ ലോജിക് ഓക്കെ, അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, കൊച്ചിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കുറച്ച് ബുക്സ് കൊറിയർ ചെയ്യാണ്. ഓക്കെ, ആർക്കാണ് കൊറിയർ ചെയ്യുന്നത്? ഇന്ത്യയിൽ തന്നെയുള്ള കുറെ കുട്ടികൾ അവരിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചോ, അപ്പൊ അവർക്ക് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കണമല്ലോ, അത് അവർ കൊറിയർ ചെയ്യാണ്. അത് കൊറിയർ ആയിട്ട് DHL എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്ന് അറിയാം കൊറിയർ സർവീസ് ആണ്. അവർ ആക്ച്വലി കൊറിയർ സർവീസ് അവൈൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ നിൽക്കുന്ന സപ്ലയർ, റെസിപ്പിയന്റും കൊച്ചിയിലാണ്, നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. ജസ്റ്റ് സീ വെദർ ദ റെസിപ്പിയന്റ് ഈസ് രജിസ്റ്റേർഡ് ഓർ നോട്ട്. രജിസ്റ്റേർഡ് ആണോ? അതെ. അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയായിരിക്കും? ഇറ്റ്സ് ഗോയിങ് ടു ബി കൊച്ചി. ഈസി. നമ്മൾ ഗുഡ്സ് എങ്ങോട്ട് പോകണമെന്ന് നോക്കണ്ട. ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. സെയിം ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, കൊച്ചിയിലാണ്. എന്താണ് ഡിഫറൻസ്? ഇത്തവണ ഒരു ബുക്സ് കൊറിയർ ചെയ്യുന്നത് എങ്ങോട്ടാ? ദുബായിലേക്കാണ്. അപ്പൊ കുട്ടികൾ ഇന്ത്യയുടെ പുറത്താന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ സപ്ലയർ നമ്മുടെ കൊച്ചിയിലെ DHL തന്നെ, റെസിപ്പിയന്റ് ലോജിക് തന്നെ. വാട്ട് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ? ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഗുഡ് എങ്ങോട്ടാ പോണേ അല്ലെങ്കിൽ കൊറിയർ എങ്ങോട്ടാ പോണേ നോക്കണ്ട. പണ്ട് നമ്മൾ നോക്കിയിരുന്നു, അപ്പൊ അത് നോക്കണ്ട. അപ്പൊ പ്ലേസ് സപ്ലൈ എവിടെയായിരിക്കും? പ്ലേസ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണോ അല്ലേ നോക്കാം. രജിസ്റ്റേർഡ് ആണോ? അതെ, രജിസ്റ്റേർഡ് ആണ്. ദാറ്റ്സ് ഗോയിങ് ടു ബി കൊച്ചി. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. ദിസ് ഈസ് ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, ഷീസ് ഓൾസോ ടീച്ചർ എന്ന് വിചാരിക്കാം. പുള്ളിക്കാരി ഇന്ത്യയിലുള്ള കുറച്ച് കുട്ടികൾക്ക് ബുക്സ് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ ഹൗ വിൽ യു ഐഡന്റിഫൈ ദ പ്ലേസ് ഓഫ് സപ്ലൈ? ഫസ്റ്റ് സീ വെദർ റെസിപ്പിയന്റ് ഈസ് രജിസ്റ്റേർഡ് ഓർ നോട്ട്. രജിസ്റ്റേർഡ് ആണോ? അല്ല, അൺരജിസ്റ്റേർഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഇൻഫർമേഷൻ കൂടെ തരണം. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഗുഡ്സ് എവിടെ വെച്ചാണ് ഹാൻഡ് ഓവർ ചെയ്തത്? ലെറ്റ് us assume ആ ഹാൻഡ് ഓവർ ചെയ്തത് കൊച്ചിയിൽ വെച്ചെന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ പ്ലേസ് ഓഫ് പ്ലേസ് കൊണ്ട് ബി കൊച്ചി. ഇനി അല്ല തിരുവനന്തപുരത്ത് വെച്ചാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ട്രിവാൻഡ്രം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്ലേസ്. എവിടെ വെച്ചാണോ ട്രാൻസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് that is going to be the place of supply. Okay, so yes, I hope നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ അമെൻഡഡ് പ്രൊവിഷൻ നോക്കാം. ഓക്കെ, സോ സിമ്പിൾ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഡെസ്റ്റിനേഷൻ എങ്ങോട്ടെന്നുള്ള കാര്യം ഇനി ഇറലവന്റ് ആണ്. ഓക്കെ, നൗ ദിസ് ആക്ച്വലി ബിക്കേം മച്ച് മോർ ഈസിയർ. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണോ? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. അൺരജിസ്റ്റേർഡ് ആണോ? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ലൊക്കേഷൻ. ഓക്കെ, ഫൈൻ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് അമെൻഡ്. അടുത്ത അമെൻമെന്റ് നമ്മൾ പോകുന്നത് ചാർജ് എന്ന ചാപ്റ്ററിലേക്കാണ്. അവിടെ നമ്മൾ ഓൾറെഡി 3 അമെൻമെന്റ്സ് പഠിച്ചു കഴിഞ്ഞു. ദിസ് ഇസ് ദി 4th അമെൻമെന്റ്. ഓക്കെ, ഫൈൻ. നമുക്ക് അനലൈസ് ചെയ്യേണ്ട സംഭവം. അപ്പോൾ ഈ ചാർജ് എന്ന ചാപ്റ്ററിൽ സ്പെസിഫിക്കലി സെക്ഷൻ 10 ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കോമ്പസ്റ്റൻ സ്കീമിനെ പറ്റിയാണ്. അവിടെ എന്താണ് ചേഞ്ച്? നമുക്കറിയാം, ഒരു കോമ്പസ്റ്റൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് പെയർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 10(2)ഉം അതുപോലെ തന്നെ 10(2)A ഇതിന്റെ കമ്പൈൻഡ് ട്രേഡിംഗിലാണ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ചോദ്യം, ഇതിലെന്താണ് വന്നിരിക്കുന്ന ചേഞ്ച്?
ഇതിൽ വന്നിരിക്കുന്ന അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ഇ കോമേഴ്സ് ഓപ്പറേറ്ററിലൂടെ നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഈ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ആസ് പെർ ദി അമെൻഡഡ് പ്രൊവിഷൻസ്, കോമ്പോസിഷൻ ഡീലേഴ്സ് ആർ അലൗഡ് ടു മേക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ത്രൂ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ. സർവീസ് ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പഴയ പ്രൊവിഷൻ വെച്ചിട്ട് എനിക്ക് ആമസോണിലൂടെ ഫ്ലിപ്കാർട്ടിലൂടെ ഒന്നും ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇനി മുതൽ എന്ത് ചെയ്യാം? ആമസോണിലൂടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഗുഡ്സ് സപ്ലൈ ചെയ്യാം. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻ? കണ്ടീഷൻ നമ്പർ 1, the e-commerce operator shall not allow any interstate supply of goods through it. അതായത് ഇപ്പോ കേരളത്തിലുള്ളൊരു കോമ്പോസ്റ്റൻ ഡീലറാണ് ഇ കോമേഴ്സ് ഓപ്പറേറ്ററുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, പണ്ട് ചെയ്യാനേ പലരും ഇപ്പൊ ചെയ്യാം, പക്ഷെ ചെയ്യുമ്പോൾ അത് കേരളത്തിനകത്ത് മാത്രമേ സപ്ലൈ ആവുള്ളൂ. പ്ലേസ് ഓഫ് സപ്ലൈ കേരളത്തിന് പുറത്തേക്ക് പോകരുത്. കാരണം ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നവർക്ക് ഇപ്പോഴും കോമ്പോസ്റ്റൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇ കോമേഴ്സ് ഓപ്പറേറ്ററോടെ ചെയ്താലും കുഴപ്പമാണ്. ഓക്കെ, ഫൈൻ. ഇനി the eco shall collect tax at source under section 52. നമ്മൾ 52 അതിനൊന്നും മാറ്റമില്ല. നമ്മൾ 52 ഓൾറെഡി നമ്മുടെ റിവൈസ് സിലബസിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് TCS. അതൊക്കെ അതുപോലെ തന്നെ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ നടത്തുന്ന സപ്ലൈ എല്ലാം തന്നെ GSTR 8 ഗവൺമെന്റിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യണം. ദാറ്റ് ഫെയർലി ഈസി. അപ്പൊ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. ഓക്കെ, ആ താഴെ ഞാൻ എഴുതിയിരിക്കുന്ന റെസ്ട്രിക്ഷൻ ഇതൊരു അമെന്റ്മെന്റ് അല്ല, പണ്ടുള്ള പ്രൊവിഷനാണ്. ഇപ്പൊ ഒന്നും കൂടെ വെച്ചു എന്നുള്ളൂ. ഇന്റർസ്റ്റേറ്റ് ആയിട്ട് ഗുഡ്സ് അകത്തേക്ക് വരുന്നത് യാതൊരു കുഴപ്പമില്ല. അതിപ്പോ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഗുഡ്സ് പുറത്തേക്ക് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ഇ കോമേഴ്സ് ഓപ്പറേറ്ററോട് ഇപ്പൊ അനുവദീയമാണ്, ചെയ്യാം. പക്ഷെ അത് ഇന്റർസ്റ്റേറ്റ് ചെയ്യരുത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഫൈൻ. അപ്പൊ അമെന്റ്മെന്റ് ഒന്നും കൂടെ വായിച്ചു നോക്കിക്കോളൂ, ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തിക്കോളൂ. അടുത്ത ഒരു അമെന്റ്മെന്റ് നമുക്ക് നോക്കാനുള്ളത് ITs എന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വിഷയം 17 സബ്സെക്ഷൻ 5 ആണ്. എന്താണ് 17 സബ്സെക്ഷൻ 5? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ് ടോപ്പിക്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അപ്പോ എന്താണ് ഇവിടുത്തെ വിഷയം? നമുക്കറിയാം ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് 16ലുള്ള കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും certain ITs നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ബ്ലോക്ക്ഡ് ആണ്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ, എയർക്രാഫ്റ്റ് വെസല്, ഫുഡ് ആൻഡ് ബെവറേജസ് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സാധനം കൂടെ ആഡ് ആയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കമ്പനീസ് ആക്ടിൽ നിങ്ങൾ CSRനെ പറ്റി കേട്ടിട്ടുണ്ടാവും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ CSR അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസ് ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഡു സർട്ടൻ ആക്ടിവിറ്റി റിലേറ്റഡ് ടു CSR. അവരുടെ പ്രോഫിറ്റിന്റെ ഒരു സർട്ടൻ പെർസെന്റ് CSRന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ അവർ ബേസിക്കലി ഒരുപാട് CSR ആക്ടിവിറ്റികളിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ CSR ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻപുട്ട് സർവീസോ ഗുഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ITs ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ITs is blocked on goods or service or both received by a taxable person which are used or intend to be used for activities relating to his obligations under the corporate social responsibility. That's all. Easy amendment. Okay, ഒന്നുകൂടെ വായിച്ചു നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. അടുത്തത് റിട്ടേൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ചെറിയ അമെന്റ്മെന്റ് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി 2 അമെന്റ്മെന്റ് കണ്ടു. ദിസ് ഇസ് ദി തേർഡ് അമെന്റ്മെന്റ്. ഓക്കെ, അപ്പൊ ദിസ് അമെന്റ്മെന്റ് ഇസ് ആക്ച്വലി വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ 37, 39, 44 ആൻഡ് 52. അപ്പൊ 37 എന്താണ്? GSTR 1. 39 ഇസ് ബേസിക്കലി റിട്ടേൺസ് 3B മറ്റും. 44 ഇസ് ആനുവൽ റിട്ടേൺ ആൻഡ് 52 എന്താണ്? നമ്മുടെ TCS സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റ്? സംഭവം സിമ്പിൾ ആണ്. ഈ പറയുന്ന 4 സെക്ഷനിലും വി ആർ സപ്പോസ് ടു ഫയൽ സംതിങ് ടു ദി ഗവൺമെന്റ്. അത് ഫയൽ ചെയ്യാനുള്ള ഒരു ഡ്യൂ ഡേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. GSTR 1ന്റെയും 3Bയുടെയും ആനുവൽ റിട്ടേണിന്റെയും 52 ഒക്കെ നമ്മുടെ TDS സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാം തന്നെ നമ്മൾ ഡ്യൂ ഡേറ്റും പഠിച്ചിട്ടുണ്ട്. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞത് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. ലേറ്റ് ഫീ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമെന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഫയൽ ചെയ്യാനേ സാധിക്കില്ല. Okay, maximum time limit up to which a registered person can furnish all these 4 things. GSTR 1 under 37, 39 returns, 44 annual return, 52 GSTR 8 statement is 3 years from the due date of furnishing such details.
അപ്പൊ അതിന് ഡ്യൂ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡ്യൂ ഡേറ്റിനോടെ 3 വർഷം കൂട്ടും. ആ 3 വർഷം വരെ നമുക്ക് ലേറ്റ് ഫീ ഒക്കെ ഉപയോഗിച്ച് ഫയൽ ചെയ്യാൻ സാധിക്കും. ആ 3 വർഷം കഴിഞ്ഞാൽ ഇത് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആ 3 വർഷം എന്നുള്ളത് ഉയർത്തി കൊടുക്കാനാണ് ഗവൺമെന്റിന് സാധിക്കും എന്നും ഈ പറഞ്ഞ അമെന്റ്മെന്റ് പറയുന്നു. ഓക്കെ, സോ ദിസ് വാസ് ദി അതർ അമെന്റ്മെന്റ് that is pending for discussion. So I hope നിങ്ങൾക്ക് അമെന്റ്മെന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.